ദൈവവിളി, ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വരാവുന്ന ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യമാണ്, ദൈവം നമ്മളെ നേരിട്ട് വിളിച്ചോ എന്നുള്ള ഒരു ചോദ്യം. ഒരു വൈദിക വിദ്യാർത്ഥി ഒരിക്കൽ നാട്ടിലേക്ക് വെക്കേഷന് പോയപ്പോൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വെക്കേഷന് പോയപ്പോൾ, അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗത്തിൽപ്പെട്ട ഒരു പാസ്റ്ററെ കാണാൻ ഇടവന്നു. അദ്ദേഹം ഈ ശമാച്ചനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് സെമിനാരിയിൽ ചേർന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവവിളി ഉള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദൈവം നിന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, നേരിട്ട് വിളിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നീ ദൈവവിളി ഉണ്ട് എന്ന് പറയണതിൻ്റെ കാരണം? വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ, ഈശോ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മത്തായിയും ഒക്കെ നേരിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ നിന്നെ നേരിട്ട് കർത്താവ് വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് ദൈവവിളി ഉണ്ട് എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാണുള്ളത്? ഈ ശമാച്ചൻ കുറച്ച് കാര്യമായി തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. തൻ്റെ റെക്ടറച്ചനോട് ഈ വിഷയം സംശയമായിട്ട് ചോദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നമുക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. കാരണം ദൈവവിളിയുടെ പരിശീലനത്തിൽ നമ്മളായിരിക്കുമ്പോൾ, പരിശീലനത്തിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവവിളിയിൽ ക്രൈസിസ് ഉണ്ടാവുക സ്വാഭാവികമാണ്. മിക്കവാറും ആളുകൾക്ക് ക്രൈസിസ് ഉണ്ടാകാറുമുണ്ട്. നല്ലതാണത്. കാരണം കുറേ ആഴത്തിൽ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാനും കുറേ കൂടെ ആഴത്തിൽ ദൈവത്തോട് പ്രത്യുത്തരം കൊടുക്കാനും അത് നമ്മളെ സഹായിക്കുമെന്ന കാരണത്താൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്നത് നല്ലതുമാണ്. ഇത്തരം ചോദ്യങ്ങൾ, സംശയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു ചിന്ത, അതായത് ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷത്തിൽ ഈശോ നേരിട്ട് വിളിക്കുന്ന അപ്പസ്തോലന്മാരെ നമ്മൾ കാണുന്നു. എന്നെ നേരിട്ട് ദൈവം വിളിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ദൈവവിളി ഉണ്ട് എന്ന് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും? നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ, സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ, ഈശോ തിരഞ്ഞെടുത്ത വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ ഈശോ എല്ലാവരെയും നേരിട്ട് അല്ല വിളിക്കുന്നത്. വിവിധ സുവിശേഷങ്ങളിൽ വിവിധ രീതിയിൽ ദൈവവിളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 5 സാധ്യതകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 5 സാധ്യതകൾ. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം ആണ്. അതായത് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യരുടെ കൂടെ നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട് ഈശോയെ ചൂണ്ടിക്കാണിച്ച് തൻ്റെ കൂടെ നിന്നവരോട് പറഞ്ഞു, ഇത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് ലോകരക്ഷകനാണ്, നാളിതുവരെ നമ്മൾ കാത്തിരുന്ന രക്ഷകൻ ഇവനാണ് എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ അത് കേട്ട ശിഷ്യന്മാർ, സ്നാപകൻ്റെ 2 ശിഷ്യന്മാർ സ്നാപകനെ വിട്ട് യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ 2 പേർ യേശുവിനെ അനുഗമിച്ചതിൻ്റെ കാരണം, ശിഷ്യത്വത്തിലേക്ക് വരാൻ കാരണം സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമായിരുന്നു. അതിലൊരാളുടെ പേര് അന്ത്രയോസ് എന്നാണ്, പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ്. നമ്മളത് വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യത്തിലാണ് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുക. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഈ വിധത്തിൽ ദൈവവിളി സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകാം. അതായത് ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രചോദനം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ, ഒരു വൈദികനാകാം, ഒരു സിസ്റ്റർ ആകാം, വൊക്കേഷൻ പ്രൊമോട്ടർ ആകാം, അങ്ങനെ ആരെങ്കിലും ഒരാൾ ദൈവവിളിയിലേക്ക് നമ്മളെ നയിക്കുന്ന അനുഭവം, ഈശോയെ പിൻചെല്ലാൻ, ഈശോയെ പിന്തുടരാൻ, ഈശോയുടെ പുറകെ യാത്രയാകാൻ ആരെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്ന അനുഭവം സ്വീകരിച്ചിട്ടുള്ളവരുണ്ടാകാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവിളി ദൈവത്തിൻ്റെ തന്നെ വിളിയാണ്, സംശയമില്ല. എന്നാൽ ആ വിളി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് വിവിധ രീതികളിലാണ്. ഓരോരുത്തർക്കും ദൈവവിളി മനസ്സിലാക്കാൻ ഓരോ തരം അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ കടന്നു പോയേക്കാം. അതിനൊരു സാധ്യത
അല്ലെങ്കിൽ ചില സാധ്യതകൾ ബൈബിൾ തന്നെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെയാണ് പറഞ്ഞത് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം. ഇനി ദൈവവിളിയുടെ രണ്ടാമത്തെ ഒരു സാധ്യത വചനം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് കുടുംബ പശ്ചാത്തലം. കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് അന്ത്രയോസ്, അതായത് സ്നാപകൻ്റെ വാക്ക് കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നു. ഈ അന്ത്രയോസ് യേശുവിൻ്റെ കൂടെ ആ ഒരു രാത്രി മുഴുവൻ അവിടെ താമസിച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് നേരെ പോകുന്നത് തൻ്റെ സഹോദരൻ പത്രോസിനെ കാണാനാണ്. എന്നിട്ട് പത്രോസിനോട് യേശുവിനെ കുറിച്ച് പറയുകയും പത്രോസിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. പത്രോസും അന്ത്രയോസും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം, അവർ സഹോദരങ്ങളാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുത്തേക്ക് അഥവാ യേശുവിനെ അനുഗമിക്കാൻ വരുന്നതായി യോഹന്നാൻ സുവിശേഷകൻ പറയുന്നതനുസരിച്ച് അന്ത്രയോസിൻ്റെ വാക്കുകൾ, അന്ത്രയോസിൻ്റെ പ്രേരണ, അന്ത്രയോസിൽ നിന്നുള്ള പ്രചോദനം സ്വീകരിച്ചിട്ടാണ് പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നത്. ഇപ്പോൾ ദൈവവിളിയുടെ ഒരു രണ്ടാമത്തെ സാധ്യതയായി നമുക്കതിനെ മനസ്സിലാക്കാം. നമ്മളത് സുവിശേഷത്തിൽ വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സംഭവിക്കുക? ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ദൈവവിളി സ്വീകരിച്ചവരുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ, ബന്ധുക്കൾക്കിടയിൽ, ഏറ്റവും അടുത്ത പരിചയക്കാർക്കിടയിലൊക്കെ ചിലപ്പോൾ ദൈവവിളി സ്വീകരിച്ച വ്യക്തികൾ, ചിലപ്പോൾ സ്വന്തം ചേട്ടനാകാം, ചേച്ചിയാകാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളാകാം. അവരൊക്കെ നാട്ടിൽ വെക്കേഷന് വരുമ്പോൾ വീട്ടിലേക്കൊക്കെ വരുന്നു. അവരുമായിട്ടുള്ള ഇടപഴകൽ പതുക്കെ സന്യാസ ജീവിതത്തോട്, സമർപ്പിത ജീവിതത്തോടൊക്കെ തോന്നുന്ന ഒരു താല്പര്യം, ഒരു ആഗ്രഹം, ഈ ആഗ്രഹം പതുക്കെ വളർന്നു വരുന്നു. അങ്ങനെ ദൈവവിളി സ്വീകരിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകാം. അപ്പോൾ ദൈവവിളി തിരിച്ചറിയുന്ന മാർഗങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് ബൈബിളിൽ തന്നെയുള്ള ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ, ഒന്ന് ചില വ്യക്തികളുടെയൊക്കെ സാക്ഷ്യം, 2 കുടുംബത്തിൻ്റെ പശ്ചാത്തലം. പല കുടുംബങ്ങളിൽ നമുക്കറിയാം ഒരേ വീട്ടിൽ നിന്ന് തന്നെ ഒന്നിലധികം വ്യക്തികൾ ദൈവവിളി സ്വീകരിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒന്നിലധികം സന്യസ്തര്, ഒന്നിലധികം പുരോഹിതര് ഒക്കെയുള്ള ഒത്തിരി ഭവനങ്ങൾ നമുക്ക് പരിചയം ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരുടെയെങ്കിലും ഭവനങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം. ഇനി മൂന്നാമത്തെ സാധ്യത വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക ദേശത്തിൻ്റെ പ്രേരണ. ദേശത്തിൻ്റെ പ്രേരണ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പീലിപ്പോസ് നഥാനയേലിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക 2 പേരും ഒരേ ദേശക്കാർ ആയിരുന്നു എന്നാണ്. ഇത് നമുക്ക് സംഭവിക്കാം. ചില ഇടവകകളുടെ ഒരു പ്രത്യേകതയാണ് ധാരാളം ദൈവവിളികൾ. ഒത്തിരി വൈദികരും ഒത്തിരി സിസ്റ്റേഴ്സും, 50, 60, 100 വൈദികരൊക്കെയുള്ള ചില ഇടവകകളുണ്ട്. അതിലേറെ വൈദികരുള്ള ചില ഇടവകകളുണ്ട്. 100, 200, 300 ഒക്കെ സിസ്റ്റേഴ്സുള്ള ഒരു ഇടവകയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ചില ഇടവകകളൊക്കെ ഉണ്ടാകും. നിങ്ങളിൽ ചിലരുടെയൊക്കെ ഇടവക ചിലപ്പോൾ അങ്ങനെ ധാരാളം ദൈവവിളിക്ക് വളക്കൂറുള്ള ഒരു മണ്ണായിരിക്കാം. ഇപ്പോൾ ദൈവവിളിക്ക് അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. ഈ ദേശത്തിൻ്റെ പ്രേരണ. ചില സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ വർഷവും തിരുപ്പട്ടം കിട്ടുന്ന ചില ഇടവകകളുണ്ട്. അല്ലെങ്കിൽ എല്ലാ വർഷവും തിരുപ്പട്ടം ആഘോഷം നടക്കുന്ന, അതായത് ആ ഇടവകയിൽ ഇങ്ങനെ എല്ലാ വർഷവും ഒരു അച്ഛൻ അല്ലെങ്കിൽ 2 അച്ഛൻ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ തിരുപ്പട്ടമൊക്കെയുള്ള, എനിക്ക് എൻ്റെ സ്വന്തം ഇടവകയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റും. മിക്കവാറും എല്ലാ വർഷവും അവിടെ പട്ടം നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ചില ദേശങ്ങൾക്ക് ദൈവവിളിയുടെ ഒരു പശ്ചാത്തലം, അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദൈവവിളി, ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയാനുള്ള ഓരോ വ്യക്തികളും തിരിച്ചറിയുന്നത് വ്യത്യസ്തങ്ങളായ വഴികളിലൂടെയും മാർഗങ്ങളിലൂടെയുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതുപോലെ മറ്റൊരു സാധ്യത നമ്മൾ കാണുന്നത് ഇൻറ്റേർണൽ ഇൻസ്പിറേഷൻ, നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്ന പ്രേരണ, പ്രചോദനം. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു പുസ്തകം, നല്ലൊരു പുസ്തകം വായിക്കുമ്പോഴാകാം, ഒരുപക്ഷെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോഴാകാം, അതല്ലെങ്കിൽ സന്യാസ ജീവിതത്തെക്കുറിച്ചോ സമർപ്പിത ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയോ അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സിൽ ശക്തമായ ഒരു ചിന്ത, ഒരു ആഗ്രഹം, ഒരു താല്പര്യം ഈ ദൈവവിളിയോട് ഉണ്ടാവുകയാണ്. ഇതാണ് നാലാമത്തെ ഒരു സാധ്യതയായി നമുക്ക് മനസ്സിലാക്കുക. നിങ്ങളിൽ ചിലരൊക്കെ അങ്ങനെ നേരത്തെ മുതൽ തന്നെ, കുഞ്ഞുനാൾ മുതൽ തന്നെ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഒരു താല്പര്യം, ഒരു ആഗ്രഹം, ഒരു ഇഷ്ടം ദൈവവിളിയോട്, അല്ലെങ്കിൽ സന്യാസിയാകാൻ, സന്യാസിനിയാകാൻ ഉള്ളിലൊരു ആഗ്രഹം ഇങ്ങനെ പതുക്കെ എപ്പോഴോ ഉണ്ടായി, അത് പതുക്കെ വളർന്നു വന്നു. അങ്ങനെ ദൈവവിളി സ്വീകരിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകാം. അതും ദൈവവിളിയുടെ ഒരു സാധ്യതയാണ്. അഞ്ചാമത്തേതാണ് നേരിട്ടുള്ള വിളി. അതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നാമത്തേതെന്ന് പറയാം, നേരിട്ടുള്ള വിളി. ഈശോ
നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഒഴികെ മറ്റു സുവിശേഷങ്ങളിൽ പരിശോധിക്കുമ്പോൾ 6 പേരെ നേരിട്ട് 12 അപ്പസ്തോലന്മാരിൽ 6 പേരെ നേരിട്ട് വിളിക്കും നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, മത്തായി, ഇങ്ങനെ 5 പേരെ നേരിട്ട് ഈശോ വിളിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ ആരെങ്കിലും ഈശോ നേരിട്ട് വിളിച്ചിട്ടുണ്ടോ? നേരിട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യരൂപത്തിൽ വന്ന് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല. അപൂർവങ്ങളിൽ അപൂർവമായി യേശു നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയോ, അങ്ങനെയൊക്കെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണ് ദൈവവിളി സ്വീകരിച്ചതെന്ന്. ചിലർ പറയാറുണ്ട്, കുറേ നാളുകൾ കാതിലൊരു സ്വരം ഇങ്ങനെ ശക്തമായി, എന്നോട് തന്നെ ശക്തമായ എൻ്റെ കാതിൽ സ്വരം ഈശോ നേരിട്ട് പറയും പോലെയൊക്കെ എനിക്ക് തോന്നി, അങ്ങനെയാണ് ഞാൻ ദൈവവിളി സ്വീകരിച്ചതെന്നൊക്കെ ചിലർ അനുഭവം പറയാറുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആകണമെന്നില്ല. നമുക്ക് ഇത്രയും അച്ഛൻ പറയാൻ കാരണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിൽ, വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ ദൈവവിളി തിരിച്ചറിഞ്ഞ വ്യക്തികളെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ, സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് വിളിച്ചാലേ ദൈവവിളി ആകൂ എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എപ്പോഴെങ്കിലും നമ്മുടെ പരിശീലനത്തിൻ്റെ നാൾവഴികളിൽ ദൈവവിളിയെക്കുറിച്ച് സംശയം വരുമ്പോൾ, എന്നെ വിളിച്ചിട്ടില്ലല്ലോ, ഇതെൻ്റെ വെറും തോന്നലാണോ, അങ്ങനെയൊക്കെ ഡൗട്ട് വരുമ്പോൾ നേരിട്ട് വിളിച്ചാലേ ദൈവവിളി ആകൂ എന്ന് ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ, ദൈവവിളിയുടെ തന്നെ രണ്ടാമത്തെ മേഖല. ദൈവവിളിക്ക് ഒത്തിരി നിർവചനങ്ങളുണ്ട്. ദൈവവിളി ഒറ്റ വാക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വിളി, ദൈവവിളി. പക്ഷെ അത് വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവിളി എന്ന് പറയുന്നത് സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും മാത്രമുള്ള വിളിയല്ല ദൈവവിളി. കുടുംബജീവിതത്തിലേക്കുള്ള വിളി ദൈവവിളിയാണ്, വിവാഹ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയാണ്, ഏകസ്ഥ ജീവിതം നയിക്കാനുള്ളത് അതും ദൈവവിളി തന്നെയാണ്. ദൈവവിളി ഒരാളുടെ ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട ഏതും ദൈവവിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഒരു വ്യക്തി തന്നെ പലതരം ദൈവവിളികൾ സ്വീകരിക്കാം. നമ്മളിൽ തന്നെ ഇതിനോടകം 2-3 ദൈവവിളികൾ സ്വീകരിച്ച് കഴിഞ്ഞവരാണ്. 2-3 ദൈവവിളികൾ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ പറയാം. ഒന്നാമത്തെ വിളി മനുഷ്യനാകാനുള്ള വിളിയാണ്. ദൈവം നമ്മളെ ഒന്നാമത് വിളിച്ചിരിക്കുന്നത് മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യത്വം, അതായത് ഈ ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള വിളിയാണ് മനുഷ്യനാകാനുള്ള വിളി. ഒന്നാമത് നമ്മൾ സ്വീകരിച്ചത് അതാണ്. രണ്ടാമതായി നമ്മൾ സ്വീകരിച്ച വിളി ക്രിസ്ത്യാനിയാകാനുള്ള വിളിയാണ്. എന്തിനാണ് ക്രിസ്ത്യാനിയാകാൻ പ്രത്യേകം വിളിക്കുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, നമ്മിലൂടെ, യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര ദൗത്യം അത് നമ്മിലൂടെ തുടരാൻ, അഥവാ യേശു നമുക്ക് നേടിത്തന്ന രക്ഷ ലോകത്തുള്ള സകല മനുഷ്യരിലേക്കും എത്തിക്കാൻ വേണ്ടി ഈശോ കുറച്ചു പേരെ ക്രിസ്ത്യാനികളായി അങ്ങനെ ഒരു വിളി നൽകി അനുഗ്രഹിക്കുകയാണ്. നമ്മളിൽ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ, ചിലരൊക്കെ ചിന്തിക്കാറുള്ളതും ഒത്തിരി പേര് സംശയമൊക്കെ ചോദിക്കാറുള്ളതുമാണ്, ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ, ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് വേറെ ജനതയെ ഒന്നും തിരഞ്ഞെടുത്തില്ല? ചിലർ തമാശയായിട്ട് ചിലപ്പോൾ കാറ്റീസം ഒക്കെ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, അതെന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാരെ കർത്താവ് തിരഞ്ഞെടുക്കാതിരുന്നേന്ന്, അങ്ങനെയൊക്കെ ചിലപ്പോൾ തമാശയായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിന് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അത് അവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയും കൂടെയാണ്. അവരിലൂടെ ലോകം മുഴുവനെയും അനുഗ്രഹിക്കാനും ലോകം മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ പ്രത്യേകമാം വിധത്തിൽ കൽപ്പനകൾ കൊടുത്ത്, പ്രമാണങ്ങൾ കൊടുത്ത് ദൈവം ഒരുക്കുകയായിരുന്നു. പ്രവാചകന്മാരിലൂടെ, പ്രബോധനങ്ങളിലൂടെ, ന്യായാധിപന്മാരിലൂടെ ഒരു ജനതയെ ഒരുക്കി കൊണ്ടുവന്ന് അവസാന ആ ഒരുക്കത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോൾ ആ സമൂഹത്തിലേക്ക് ഇതാ ദൈവപുത്രനെ, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളെ പിതാവായ ദൈവം പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവരിലൂടെ ലോകം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാ. പിന്നീട് ക്രിസ്തു വന്നു. ക്രിസ്തുവിന് അനുഗമിക്കാൻ തയ്യാറാകുന്നവരെയെല്ലാം നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികളാകാൻ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. എന്തിനാണ്? നമ്മിലൂടെ ലോകം മുഴുവനെയും അനുഗ്രഹിക്കാനും യേശു തന്ന രക്ഷ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പോൾ അതാണ് രണ്ടാമത്തെ ദൈവവിളി, നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ള ദൈവവിളി. മൂന്നാമത്തേത് നിങ്ങളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളി. അത് അറിയാനും തിരിച്ചറിയാനും വളർത്താനും പരിപോഷിപ്പിക്കാനും വേണ്ടിയുള്ള പരിശീലനത്തിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പം മൂന്നാമത്തേതാണ് ഈ സന്യാസത്തിലേക്കുള്ള ദൈവവിളി. അതെന്താണ് സന്യാസം എന്നൊക്കെ പിന്നീട് നമുക്ക് പറയാം.
ഇനി സന്യാസത്തിൽ തന്നെ നമ്മളിനി വളർന്നു വരുമ്പോൾ വിളിക്കുള്ളിലൊരു വിളിയൊക്കെ ഉണ്ട്. അതായത് നമ്മളായിരിക്കുന്ന ഒരു നമ്മളിപ്പോൾ സന്യാസത്തിൽ തന്നെ ഒരു പ്രത്യേക കോൺഗ്രിഗേഷനിലായിരിക്കുകയാണ്. നിങ്ങൾ അംഗമായിരിക്കുന്ന കോൺഗ്രിഗേഷൻ, ആ കോൺഗ്രിഗേഷനിലേക്കുള്ള പ്രത്യേകമായ ഒരു വിളി, ആ സന്യാസ സഭയിലേക്കുള്ള പ്രത്യേകമായ വിളി സ്വീകരിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആ സഭയ്ക്ക് ഒരു ക്യാരിസമുണ്ട്, ഒരു സിദ്ധിയുണ്ട്, ഒരു പൈതൃകമുണ്ട്. പ്രത്യേകമായ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിദ്ധി അഥവാ പൈതൃകം, അല്ലെങ്കിൽ ക്യാരിസം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത് നമ്മൾ ദൈവവിളിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഇതുകൂടാതെ ആ സന്യാസ സഭയിൽ അംഗമായിരുന്നു കൊണ്ട് തന്നെ വളർന്നു വരുമ്പോൾ നമ്മൾ വ്യക്തിപരമായി നമുക്കുള്ള കഴിവുകളെ ഉജ്ജ്വലമാക്കിക്കൊണ്ട് പ്രത്യേകമായ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് സവിശേഷമായ ഒരു ദൗത്യത്തിലേക്ക് കർത്താവ് നമ്മളെ പടിപടിയായി എടുത്തുയർത്തും, നമ്മളെ അതിനുവേണ്ടി ഒരുക്കും. അതും വിളിക്കുള്ളിലെ വിളിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അച്ഛൻ അംഗമായിരിക്കുന്ന സഭ CMI സന്യാസ സഭയാണ്. ഞാനിവിടെ വചനപ്രഘോഷണം എന്ന ശുശ്രൂഷയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. സന്യാസിയാകാനും പുരോഹിതനാകാനും CMI സഭാംഗമാകാനുമുള്ള ദൈവവിളികളോടൊപ്പം ഈശോ എനിക്ക് തന്ന ഒരു വിളിയാണ് ഈ ശുശ്രൂഷ അഥവാ ഈ വചനപ്രഘോഷണം എന്ന ശുശ്രൂഷയിലേക്കുള്ള വിളി. ഇതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓരോ പ്രത്യേകമായ ദൗത്യങ്ങൾ നിങ്ങളുടെ കഴിവനുസരിച്ചും അതിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടും പ്രത്യേകമായ സിദ്ധികൾ തന്നുകൊണ്ടും കർത്താവ് നമ്മളെ അങ്ങനെ ഒന്നിലേക്ക് വളർത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ ഇതിനോടകം തന്നെ ഒരുപാട് ദൈവവിളികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മനുഷ്യനാകാൻ, ക്രിസ്ത്യാനിയാകാൻ, സന്യാസിയാകാൻ, ഒരു പ്രത്യേക കോൺഗ്രിഗേഷനിലെ അംഗമാകാൻ, അങ്ങനെ ഇതാ 4 ദൈവവിളികൾ ഇതിനോടകം തന്നെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി മനസ്സിലാകുക പ്രിയപ്പെട്ടവരെ, മൂന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവവിളി ദൈവത്തിൻ്റെ വിളിയാണെന്ന് പറഞ്ഞു. എങ്കിലും ദൈവവിളിക്ക് കുറേ അധികം നിർവചനങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെയുള്ള നിർവചനങ്ങളിൽ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നിർവചനം നിലവിളിക്കുള്ള ഉത്തരമാണ് ദൈവവിളി. നിലവിളിക്കുള്ള ഉത്തരമാണ് ദൈവവിളി. ദൈവവിളിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നിർവചനം അതാണ്. വേറെ നിർവചനങ്ങൾ ഒത്തിരിയുണ്ട്, ആ നിർവചനങ്ങളൊക്കെ നല്ല നിർവചനങ്ങളുമാണ്. എങ്കിലും അച്ഛന് ഇഷ്ടപ്പെട്ട നിർവചനം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പറയാൻ കാരണം, ഈ നിലവിളിക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ ജനങ്ങൾ നിലവിളിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അടിമത്തത്തിലോ അല്ലെങ്കിൽ വലിയ കഷ്ടാനുഭവങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവജനം ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. അപ്പോൾ ആ നിലവിളിക്ക് ദൈവം ഒരു ഉത്തരം കൊടുക്കുകയാണ്. എങ്ങനെ? അവരെ ആ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരാളെ വിളിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇസ്രായേൽ ജനം ഈജിപ്തിലെ മരുഭൂമിയിൽ അവിടെയുള്ള ആ അടിമത്തത്തിൽ വല്ലാതെ ക്ലേശിച്ചു, വല്ലാതെ ഭാരപ്പെട്ടു. നൂറ്റാണ്ടുകൾ അവരടിമത്തത്തിലൂടെ കടന്നുപോയി. ജനം ദൈവസന്നിധിയിലേക്ക് നിലവിളിയോടെ പ്രാർത്ഥനകൾ ഉയർത്താണ്, കണ്ണുനീരും വേദനയും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദൈവം അവരുടെ നിലവിളി കേട്ട് ആ നിലവിളിക്ക് ഒരു ഉത്തരം കൊടുത്തു. ആ ഉത്തരമാണ് എന്ത്? മോശ എന്ന പ്രവാചകന്റെ ദൈവവിളി. മോശയെ ദൈവം വിളിച്ച് എന്തിനാ? ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മോശയെ ദൈവം വിളിച്ചത് മോശയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും മോശ അതിലൂടെ രക്ഷപ്പെടും. പക്ഷെ മോശ രക്ഷപ്പെടുക എന്നതിനപ്പുറത്ത് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മോശയെ വിളിച്ചു. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുമ്പോഴാണ് മോശയും രക്ഷപ്പെടുക. ഇസ്രായേൽ ജനത്തെ കാനാൻ നാട്ടിൽ എത്തിക്കുക, അഥവാ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, മരുഭൂമിയിലൂടെ നയിക്കുക, കാനാൻ നാട്ടിൽ എത്തിക്കുക. ഈ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് മോശയും രക്ഷ പ്രാപിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിലവിളിക്കുള്ള ഉത്തരമായി ദൈവവിളിയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിയും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. ഒരു വലിയ ജനസമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ദൈവവിളി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു വലിയ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി. ആരാണ് ആ സമൂഹം? ഇപ്പോൾ ആരെങ്കിലും ഈജിപ്തിലെ അടിമകളായി കിടക്കുന്നുണ്ടോ? അടിമത്തം അനുഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ അടിമകളായി കിടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അവർ കിടന്ന് കരഞ്ഞപ്പോൾ, അവർ നിലവിളിച്ചപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇതാ എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ആ ജനവിഭാഗം ഏതാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ നമ്മൾ കുറേ അധികം വ്യക്തികളെ കണ്ടുമുട്ടുമായിരിക്കും. നമ്മൾ രക്ഷിക്കേണ്ട, നമ്മളിലൂടെ രക്ഷപ്പെടേണ്ട കുറേ വ്യക്തികളെ ഒരു പക്ഷേ നമ്മൾ നേരിട്ട് കാണുമായിരിക്കും, നേരിട്ട് കേൾക്കുമായിരിക്കും. ഒരുപക്ഷെ അനേകരെ നേരിട്ട് കാണണമെന്നില്ല, ആരാണെന്ന് പോലും അറിയണമെന്നില്ല. പക്ഷെ നമ്മളിലൂടെ രക്ഷിക്കാൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട് കുറേ ആളുകളെ.
ഞാനൊരു സംഭവം പറയാം. ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നതല്ല. ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു പേരാണ് ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ. ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായ വചനപ്രഘോഷണം നടത്തുന്ന ഏറ്റവും അധികം ആളുകൾ വചനം കേൾക്കുന്ന ഒരു ഒരു വലിയ ധ്യാനഗുരുവാണ് ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ. മലങ്കര സഭയിലെ അംഗമാണ്. അച്ഛൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ദാനിയേലച്ചൻ ഒരിക്കൽ വൈദികരെ ധ്യാനിപ്പിക്കുമ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ ധ്യാനത്തിൽ അച്ഛനൊരു സംഭവം പറഞ്ഞു. സംഭവം എങ്ങനെയാണ്, അച്ഛനൊരിക്കലൊരു അച്ഛൻ്റെ ആദ്യകാലത്ത്, അച്ഛൻ പട്ടം കിട്ടിയ ആദ്യകാലത്ത് ഒരു കൊച്ചു പള്ളിയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യായിരുന്ന ഒരു വികാരി അച്ഛനായിട്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാണ്, അല്ലെങ്കിൽ ആ പള്ളിയിലെ ചാർജായിട്ട്. അപ്പോൾ ആ പള്ളിയിൽ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഞായറാഴ്ച ദിവസം കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു. കുർബാനയെ ചൊല്ലുന്ന അച്ഛൻ, വേറൊരു അച്ഛനാണ് കുർബാന ചൊല്ലുന്നത്. അപ്പോൾ ദാനിയേലച്ചൻ എന്തോ കാര്യത്തിന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് പള്ളിമുറ്റത്തായി ഒരു തെങ്ങിൽ ചാരി ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അച്ഛൻ കണ്ടു. ഞായറാഴ്ച ദിവസം കുർബാന പള്ളിക്കകത്ത് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അലക്ഷ്യമായി ഇത് തെങ്ങും ചാരി നിൽക്കുകയാണ്. എന്തോ വീഡിയോ ഒക്കെ വലിച്ചു, അങ്ങനെ എന്തോ മുണ്ടൊക്കെ മടക്കി കുത്തി അങ്ങനെ അലക്ഷ്യമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ എന്തോ ഒരു സുഖകരമല്ലാത്തൊരു കാഴ്ചയായിട്ട് തോന്നി. അച്ഛൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാളോട് ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്താ? അപ്പോൾ അയാൾ പേര് പറഞ്ഞു. പേര് കേട്ടപ്പോൾ മനസ്സിലായി ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി. അപ്പം അച്ഛൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ഇവിടെ പുറത്ത് നിൽക്കുന്നത്, കുർബാന അകത്ത് നടക്കുകയാണ്, അകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടേക്കൊന്ന് കയറി നിന്ന് കുർബാനയിലൊന്ന് പങ്കെടുത്തുകൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇനി ഞാൻ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നതല്ല, ഞാൻ ഈ ഇടവകയിൽ പെട്ട ആളല്ല, ഞാൻ ഈ ഇടവക്കാരനല്ല, ഞാൻ തൊട്ടടുത്ത ഇടവകയിലെ ഒരാളാണ്. ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ഇടവകക്കാരനായ ഒരാളെ വീട്ടിലാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വീട്ടിലില്ലെന്ന് മനസ്സിലായി. വീട്ടുകാർ പറഞ്ഞു പള്ളിയിലേക്ക് പോന്നിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ, അത്യാവശ്യമുള്ളത് കൊണ്ടാണ്, പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തു നിന്നതാണ്. അല്ലാണ്ട് കുർബാന കാണാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ എന്നാൾ പറഞ്ഞു. അച്ഛൻ ശരിയെന്ന് പറഞ്ഞു. പിന്നെന്താ പറയുക. അതിനുശേഷം അച്ഛൻ ഇങ്ങനെ തിരിച്ചു കടന്നു. പക്ഷെ ഉള്ളിലൊരു തോന്നൽ, അയാളോട് അയാളുടെ അടുത്തുനിന്ന് പോകരുത്, അയാളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ ഒരു പ്രചോദനം, ഒരു പ്രേരണ ഉള്ളിൽ കിട്ടാണ്. അച്ഛൻ അയാളുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഏതായാലും കുർബാന കഴിഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ, ഒരു കാര്യം ചെയ്യ്, ഇനിയുള്ള സമയം ചേട്ടന് ബാക്കി കുർബാനയിൽ ചേട്ടനൊന്ന് പങ്കെടുത്തുകൂടെ? അയാൾ പറഞ്ഞു, വേണ്ട അച്ഛാ, എനിക്ക് എൻ്റെ ഇടവക വേറെയാണ്, ഞാൻ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നതല്ല. അയാൾ വളരെ ഇച്ചിരി ഗൗരവത്തിലും പരുക്കം മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അപ്പോൾ ഉള്ളിൽ അച്ഛന് ശക്തമായിട്ടൊരു പ്രചോദനം കിട്ടാണ്, ഇയാളെ വിടരുത്, ഇയാളെ വിട്ട് കളയരുത്, ഇയാളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ കർത്താവ് അച്ഛനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇയാളെ വിടരുത്. ഇങ്ങനെ ഉള്ളിലൊരു പ്രേരണ കിട്ടാണ്, ഒരു പ്രചോദനം കിട്ടാണ്. അപ്പോൾ അച്ഛൻ, പക്ഷേ ഇയാൾ വളരെ ഗൗരവത്തിൽ നിൽക്കുന്നതുകൊണ്ടും പരുക്കം മടിയിൽ സംസാരിക്കണോണ്ടും എന്ത് പറയും, എങ്ങനെ പറയണമെന്നൊരു പിടിപാടില്ല. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഉള്ളിൽ തോന്നിയൊരു തോന്നലനുസരിച്ച് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടനൊന്ന് കുമ്പസാരിക്കാവോ? അപ്പോൾ ആൾ പറഞ്ഞു, കുമ്പസാരിക്കുക? ഞാൻ കുമ്പസാരിക്കാൻ വന്നതല്ല. അച്ഛൻ പറഞ്ഞു, സാരമില്ല, ഒന്ന് കുമ്പസാരിക്കാവോ? പക്ഷെ ഇല്ല, ഞാൻ കുമ്പസാരിക്കാൻ വന്നതല്ല. പിന്നെ അച്ഛന് തോന്നി ഇനിയിപ്പോൾ വിട്ടേക്കാം എന്ന് കരുതി അച്ഛൻ തിരിച്ച് തൻ്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു. പക്ഷെ ഉള്ളിൽ ശക്തമായൊരു പ്രചോദനം പരിശുദ്ധാത്മാവ് കൊടുത്തതനുസരിച്ച് അച്ഛൻ വേഗം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് തൻ്റെ കക്ഷത്തിലേക്ക് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അച്ഛൻ വളരെ ഇത്തിരി ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ വലിച്ച്, ചേട്ടൻ വാ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ അച്ഛൻ്റെ ഓഫീസ് മുറിയിലേക്ക് പോയി. പറഞ്ഞ ചേട്ടനോട് അച്ഛൻ പറഞ്ഞു, ഒന്ന് കുമ്പസാരിക്ക്. എന്തോ ഉള്ളിൽ അങ്ങനെയാണ് കർത്താവ് പ്രചോദിപ്പിക്കുന്നത്. അച്ഛന് കിട്ടിയ പ്രചോദനം സത്യമായിരുന്നു. കാരണം ഇദ്ദേഹം ആദ്യ കുർബാന സ്വീകരണത്തിന് കുമ്പസാരിച്ചതിന് ശേഷം പിന്നെ കുമ്പസാരിച്ചിട്ടില്ല. കെട്ടുകുമ്പസാരം പോലും നടത്തിയെന്നൊക്കെ കള്ളം പറഞ്ഞൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് കല്യാണം പോലും നടത്തിയത്. അങ്ങനെ വർഷങ്ങൾ 10-40 വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ ഉള്ളിൽ കിട്ടിയ പ്രചോദനത്തിൽ കാര്യമുണ്ടായിരുന്നു, ദൈവാത്മാവ് കൊടുത്ത പ്രചോദനമായിരുന്നു. പക്ഷേ ഇയാൾ പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കാനൊന്നും അറിയില്ല, എനിക്ക് കുമ്പസാരിക്കാൻ ഉദ്ദേശവുമില്ല. പക്ഷെ പറഞ്ഞു, സാരമില്ല, ഞാൻ 10 പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പാപങ്ങൾ, ഓരോ പ്രമാണം എടുത്ത് ആ പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന പാപങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം, ചേട്ടനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, സമ്മതിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പാപം പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞാൽ മതി. അങ്ങനെ അച്ഛൻ 1ാമത്തെ പ്രമാണം പറഞ്ഞു. ആ പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന ഓരോ പാപങ്ങൾ പറഞ്ഞു. ചേട്ടനോട് ചോദിക്കും, ഈ പാപം ചെയ്തിട്ടുണ്ടോ? അപ്പം അദ്ദേഹം ഒന്ന് ആലോചിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് മിക്കവാറും ഒന്നും ഓർമ്മയില്ല, മിക്കവാറും എന്ത് ചോദിച്ചാലും ഓർമ്മയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ കുമ്പസാരിക്കാതിരുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആത്മാവ് ഇങ്ങനെ കഠിനമാകുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നമാണ്, പാപങ്ങൾ പിന്നെ ഓർക്കാൻ പറ്റത്തില്ല. ഈ ധ്യാനത്തിനൊക്കെ വരുന്ന പല ആളുകളും 30, 40, 50 വർഷമൊക്കെ എത്തിയിട്ട് കുമ്പസാരിക്കാത്ത ചില ആളുകൾ ചിലപ്പോൾ കുമ്പസാരിക്കാൻ വരും. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇവർക്ക് 50 വർഷം എത്തിയാലും പറയാൻ പാപമൊന്നും ഉണ്ടാകില്ല. 1-2 പാപം പറഞ്ഞു പിന്നെ ഓർമ്മ വരില്ല. കാരണം ഈ വർഷങ്ങളോളം കുമ്പസാരിക്കാതിരുന്നാൽ ഹൃദയം കഠിനമാകും, പിന്നെ ഒന്നും ഓർക്കാൻ പറ്റത്തില്ല. മാരക പാപങ്ങൾ പലതും ഉണ്ടാവും, പക്ഷെ ഓർക്കാൻ പറ്റത്തില്ല.
ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. എങ്കിലും അച്ഛൻ ക്ഷമയോടെ ഈ ഒരാത്മാവിനെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാനുള്ള അദമ്യമായ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഇദ്ദേഹത്തോട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ 10 പ്രമാണങ്ങളിലൂടെയും കടന്നുപോയി. എല്ലാം കഴിഞ്ഞ് കുമ്പസാരമൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ സമയമെടുത്തൊരു കുമ്പസാരമായിരുന്നു. ഈ കുമ്പസാരം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് തരാം, പക്ഷേ എനിക്കൊരു വാക്ക് തരണം, ഇന്ന് മദ്യപിക്കില്ല എന്ന്. കുമ്പസാരത്തിലൂടെ മനസ്സിലായി അദ്ദേഹം മദ്യപാനിയാണെന്നൊക്കെ തിരിച്ചറിയാൻ സാധിച്ചു. പിന്നെ മദ്യത്തിൻ്റെ മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ വിശുദ്ധ കുർബാന തരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പക്ഷെ ഇന്ന് മദ്യപിക്കില്ല എന്ന് എനിക്കൊരു വാക്ക് തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുർബാനയ്ക്ക് വേണ്ട, ഞാൻ കുർബാന ചോദിച്ചില്ലല്ലോ. പക്ഷെ പറഞ്ഞല്ല, ഞാൻ കുർബാനയ്ക്ക് തരാം. ചേട്ടൻ ഇന്നത്തെ ഒരു ദിവസം, ഇപ്പോൾ ഒരുപാട് വർഷമായില്ല വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട്, ചേട്ടൻ ഏതായാലും ഇനി കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കാൻ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് തരാം, പക്ഷേ ഏതായാലും കുമ്പസാരം കഴിഞ്ഞിരിക്കില്ല, ഞാൻ കുർബാനയ്ക്ക് തരാം, പക്ഷെ ഇന്നൊരു ദിവസം മദ്യപിക്കരുതെന്ന് വാക്ക് തരണം. പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല. കുറേ നേരം പറഞ്ഞിട്ട് സമ്മതിക്കാതെ വന്നപ്പോൾ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ പ്രതി വേണ്ട, വർഷങ്ങളായി സ്വന്തം അപ്പൻ ഉടുതുണി ഉടുത്ത് തന്നെ സുബോധത്തോടെ വീട്ടിൽ വന്നു കയറണമെന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ വീട്ടിലില്ലേ, അവരെ പ്രതി, വർഷങ്ങളായി തൻ്റെ ഭർത്താവ് സുബോധത്തോടെ വീട്ടിനകത്തേക്ക് വന്നു കയറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ വീട്ടിലില്ലേ, ആ ഭാര്യയെ പ്രതി, എന്നെ പ്രതി വേണ്ട, അവരെ പ്രതി ഇന്നത്തെ ഒരു ദിവസം കുടിക്കില്ല എന്നൊരു വാക്ക് തരാവോ? നാളത്തെ കാര്യം പറയുന്നില്ല, ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊന്ന് വാക്ക് തന്നൊന്ന് സത്യം ചെയ്താൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് തരാമെന്ന്. അവസാനം അയാൾ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ അച്ഛൻ അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തു. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ കടന്നുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം, കുറേയെന്ന് പറഞ്ഞൊരു 5-6 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അവിടെ നിന്ന് പിന്നീട് സ്ഥലമൊക്കെ മാറിപ്പോയി. അത് കഴിഞ്ഞ് വേറെ ഏതോ ഒരു പള്ളിയിൽ ഒരു പ്രോഗ്രാമിനോ എന്തോ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി, കല്യാണത്തിനോ മറ്റോ പങ്കെടുക്കാൻ വേണ്ടി അച്ഛൻ പോയി. കുർബാന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നു അച്ഛൻ്റെ അടുത്തേക്ക്, ഒരു ചേച്ചി. ആ ചേച്ചി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കൈകൂപ്പിയിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ അറിയാവോ? അച്ഛനൊരു പരിചയം കിട്ടുന്നില്ല, പണ്ടെങ്ങാനും കണ്ടിട്ടുള്ള വല്ലവരാണോ എന്ന് നോക്കിയിട്ട് ഒരു ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അച്ഛൻ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അച്ഛനെ എനിക്ക് നല്ലപോലെ അറിയാം, അച്ഛനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് ചേച്ചി പറയാണ്, കുറച്ച് വർഷം മുമ്പ്, ഒരു 5-6 കൊല്ലം മുമ്പ് അച്ഛൻ ഇന്ന പള്ളിയിൽ ഇങ്ങനെ വികാരിയായിട്ട് ഇരുന്നിരുന്നു. അവിടെ അച്ഛൻ ഒരാളെ കുമ്പസാരിപ്പിച്ചിരുന്നു, 10-40 വർഷത്തിൽ കുമ്പസാരിക്കാത്ത ഒരു വ്യക്തിയെ. എന്നിട്ട് അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛന് പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം അച്ഛൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായിട്ട് നിൽക്കുന്നൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ അച്ഛന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അത് എൻ്റെ ഭർത്താവാണ്, അച്ഛനറിയാവോ? അന്നത്തെ ഒരു ദിവസം മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ ആ ദിവികാരനും കൊടുത്തത്. ഇപ്പം അതേ 6 വർഷമായി, ഇന്ന് വരെ എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല. ഇന്ന് വരെ. ആ സ്ത്രീ പറഞ്ഞതാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞാൽ വന്ന അന്ന് മുതൽ മദ്യലഹരിയിലല്ലാതെ എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും മദ്യം മണക്കുന്ന ഒരു അനുഭവമാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ. അങ്ങനെ അല്ലാതെ ഒരു ഓർമ്മ എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ 6 വർഷമായി അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, ഇന്ന് വരെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. അച്ഛനിത് കേട്ട് വല്ലാത്ത സന്തോഷമായി. അച്ഛൻ പിന്നീട് ഈശോയുടെ അടുത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചൊരു കാര്യം ഇതാണ്, കർത്താവേ, ഞാൻ അന്ന് വെറും 1/2 മണിക്കൂറാണ് ആ മനുഷ്യന് വേണ്ടി ചെലവാക്കിയത്. വെറും 1/2 മണിക്കൂർ. വർഷങ്ങളായുള്ള അദ്ദേഹത്തിൻ്റെ മദ്യപാനം, മറ്റു ദുശീലങ്ങൾ ഇതെല്ലാം മാറി ഇദ്ദേഹം ഒരു വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീയിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സ്ത്രീയിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് വെറും 1/2 മണിക്കൂർ ആ മനുഷ്യന് വേണ്ടി ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ആ ഒരു ആത്മാവ് രക്ഷപ്പെട്ടു. എന്നാൽ എത്രയോ നാളുകളായി ഞാൻ ചില വ്യക്തികൾക്കൊക്കെ വേണ്ടി മാസങ്ങളോളം, വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും അവരുടെ ഒന്നും മാനസാന്തരം ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത്രയും വലിയ തിന്മകളിലൊക്കെ ആയിരുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടിരിക്കുന്നു. പക്ഷേ അത്രയൊന്നും വലിയ ഗൗരവത്തിലുള്ള തിന്മകളല്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകളുടെ ചില പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതൊന്നും ഇതുവരെ മാറിപ്പോയിട്ടുമില്ല. അങ്ങനെ കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ ഈ സംശയം മിക്കവാറും മിക്ക വൈദികരുടെയും മനസ്സിൽ വരാറുള്ളൊരു സംശയമാണ്. ഒരുപക്ഷെ സിസ്റ്റേഴ്സിൻ്റെയും മനസ്സിൽ വരാറുള്ളൊരു സംശയമാണ്. ചില വ്യക്തികൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരു തവണയെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുള്ളൂ, അയാൾ മാനസാന്തരപ്പെടുന്നു. വലിയ മാരകപാപികളൊക്കെ ആവാം, പക്ഷെ ആൾ മാനസാന്തരപ്പെടുന്നു. എന്നാൽ ചില വ്യക്തികൾക്ക് വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇത്തരം അനുഭവങ്ങൾ എനിക്കും ഉണ്ട്, അനേകം വൈദികർക്കുണ്ട്, അനേകം സിസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ ഇത് ഒരു സംശയമായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ദാനിയേലച്ചൻ സക്രായയുടെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ചോദിച്ചത്. അന്നേരം
ഉള്ളിൽ വന്ന ഒരു ചിന്ത അല്ലെങ്കിൽ പ്രചോദനം, ഈശോ ഉത്തരം കൊടുക്കുകയാണ്. ഉള്ളിൽ ഇങ്ങനെ പ്രചോദിപ്പിച്ച് ഈശോ ഉത്തരം കൊടുക്കുകയാണ്. ഈശോ കൊടുത്ത ഉത്തരം ഇതായിരുന്നു, ഉള്ളിൽ കൊടുത്ത ചിന്ത ഇതായിരുന്നു. അതായത് നിന്നിലൂടെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കുറേ പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അവരൊക്കെ നിന്നിലൂടെ രക്ഷപ്പെടൂ. ഏതൊരു ദൈവവിളിയുടെയും പുറകിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഒരു വ്യക്തിയെ കർത്താവ് സന്യാസിയാകാൻ വിളിക്കുമ്പോൾ, സന്യാസിനിയാകാൻ വിളിക്കുമ്പോൾ, പുരോഹിതനാകാൻ വിളിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ ഇതൊരു വലിയ സമൂഹത്തെ രക്ഷിക്കാൻ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അഥവാ ഒരു വലിയ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം എന്നിലൂടെ രക്ഷപ്പെടണമെന്ന്, അല്ലെങ്കിൽ എന്നിലൂടെ അനുഗ്രഹങ്ങളും കൃപകളും ഒഴുക്കി രക്ഷപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ട്. ആരാണെന്ന് എനിക്കറിയണമെന്നില്ല. ചിലരെയൊക്കെ നേരിട്ട് കണ്ടേക്കാം, ചിലരെ നേരിട്ട് കാണാൻ പറ്റണമെന്ന് പോലുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു അച്ഛനാണ്, ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഒരു കുർബാനയിലൂടെ എത്രയോ ആത്മാക്കൾ രക്ഷപ്പെടുന്നു. ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന എത്രയോ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. ആരൊക്കെയാണെന്ന് എനിക്കറിയോ? എനിക്കറിയത്തില്ല. ഏതെങ്കിലും വൈദികർക്ക് അറിയോ? ഒറ്റ വൈദികർക്ക് സാധാരണഗതിയിൽ അറിയില്ല. അപൂർവം ചില വൈദികർക്ക് അറിയപ്പോൾ പാദ്രോപിയൊക്കെ ചിലപ്പോൾ ശുദ്ധീകരണാത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് പറയാറുണ്ട്, ഇന്നത്തെ അങ്ങയുടെ കുർബാനയിലൂടെ രക്ഷപ്പെട്ട ആത്മാവാണ്, ഞാൻ നന്ദി പറയാനൊക്കെ വന്നതെന്നൊക്കെ പാദ്രോപിയോടെ പോലെയുള്ള വലിയ വിശുദ്ധർക്ക് സാധാരണഗതിയിൽ അച്ഛന്മാർക്ക് അറിയോ ഒരു കുർബാന അർപ്പിക്കുമ്പോൾ ഏതൊക്കെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോണേന്ന്? അറിയില്ല. പക്ഷെ എത്രയോ ആയിരക്കണക്കിന് ആത്മാക്കൾ ഓരോ കുർബാനയിലൂടെയും നിത്യസൗഭാഗ്യത്തിലേക്ക് പോകുന്നത്. ഇനി മറ്റു കൂദാശകൾ പരിക്രമം ചെയ്യുമ്പോൾ എത്രയോ മനുഷ്യരാണ് രക്ഷ പ്രാപിക്കുന്നത്. ഇനിയിപ്പോൾ വിശുദ്ധ കുർബാനയിൽ തന്നെ ഇപ്പോൾ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാനയിൽ പങ്കെടുക്കാൻ നിൽക്കുന്നൊരു സമൂഹം മുൻപിലുണ്ടാകും, സാധാരണഗതിയിലുണ്ടാകും. പക്ഷേ ഈ കൊറോണയും കാലത്ത് മുൻപിൽ ആരുമില്ല. അച്ഛന്മാർ മിക്കവാറും അച്ഛന്മാരൊക്കെ ഒറ്റയ്ക്കാണ്, തനിച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. എല്ലാവരും എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നുണ്ട് കേട്ടോ, തനിച്ചാണെന്നേ ഉള്ളൂ, തനിച്ച്. പക്ഷേ ഈ തനിച്ചർപ്പിക്കുന്ന അച്ഛന് വേണ്ടിയിട്ടാണോ? അച്ഛന് വേണ്ടിയും മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയാ. ലോകം മുഴുവനിലേക്ക് അനുഗ്രഹവും കൃപയും ഈശോയുടെ ബലിപീഠത്തിൽ നിന്ന് ഈശോയുടെ ബലിയുടെ യോഗ്യത ഒഴുകി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആർക്കൊക്കെ ഈ കൃപ കിട്ടുന്നു, ആരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ബലിയർപ്പിക്കുന്ന അച്ഛന് പോലും അറിയില്ല. പക്ഷെ അച്ഛൻ്റെ പൗരോഹിത്യം കൊണ്ട്, ആ ബലിയർപ്പിക്കുന്ന വൈദികൻ ആരാണോ, വൈദികൻ്റെ പൗരോഹിത്യം കൊണ്ടും ഈ വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യത കൊണ്ടും ഇതാ അനേകരിലേക്ക് കൃപയൊഴുകുന്നുണ്ട്, അനേകരിലേക്ക്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് പൗരോഹിത്യം സ്വീകരിക്കുന്നില്ല, ഇപ്പോൾ നിങ്ങൾ സന്യാസിനികൾ അല്ലെങ്കിൽ സന്യാസിനി ആകാൻ വേണ്ടി പരിശീലിക്കുന്നവരാണല്ലോ. നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരാം. പ്രിയപ്പെട്ടവർ ഓർക്കുക, ബലിയർപ്പിക്കുന്ന പുരോഹിതനിലൂടെ മാത്രമല്ല ബലിയുടെ യോഗ്യത. നമ്മളൊരു കുർബാനയിൽ പങ്കെടുത്ത് ലോകം മുഴുവനെയും ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ ആ പ്രാർത്ഥന വഴി ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, സന്യാസ ജീവിതത്തിൽ നമ്മൾ അനുസരണം എന്ന വ്രതം, ബ്രഹ്മചര്യം എന്ന വ്രതം, ദാരിദ്ര്യം എന്ന വ്രതം എടുക്കുന്നുണ്ട്. ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു ജീവിതമാണത്. തീർച്ചയായിട്ടും അതിലൊരു വലിയ നൊമ്പരമുണ്ട്. കുരിശിൻ്റെ വഴിയാണത്, ശരിക്കും ഒരു ത്യാഗത്തിൻ്റെ വഴിയാണ്. ഈ ത്യാഗ ജീവിതത്തിലൂടെ എത്രയോ ആത്മാക്കൾ നമ്മൾ പോലും അറിയാതെ രക്ഷപ്പെടുന്നു, എത്രയോ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വഴി ദിവസത്തിലൊരു 6-7 മണിക്കൂർ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ, ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമുക്ക് സമൂഹ പ്രാർത്ഥനയ്ക്ക് തന്നെ നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കപ്പെടുന്നുണ്ട്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഉണ്ടാകും. ഇതുകൂടാതെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയങ്ങൾ വേറെയുണ്ട്. ഇതിനെല്ലാറ്റിലും പുറമെ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റാൻ നിരന്തര പരിശീലനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 24 മണിക്കൂറുള്ളൊരു ദിവസം 24 മണിക്കൂറും പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിലായിരുന്നാൽ എത്രയോ ആത്മാക്കൾ നമ്മൾ പോലും അറിയാതെ രക്ഷ പ്രാപിക്കുന്നുണ്ട്. ആത്മാക്കൾ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന് നിത്യരക്ഷ, അതായത് സ്വർഗത്തിൽ എത്തിച്ചേരുക. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കൊച്ചു ത്രേസ്യയുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൊച്ചു ത്രേസ്യ എന്ന വിശുദ്ധ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സ്നേഹത്തോടെ ദൈവത്തിന് സമർപ്പിച്ച്, അനുദിന ജീവിതത്തിലെ ജോലികളൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് അതിലൂടെ ആത്മാക്കളെ രക്ഷിച്ചതിൻ്റെയൊക്കെ അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിക്കവാറും കേട്ടിട്ടില്ലെങ്കിൽ എന്തായാലും കേട്ടിരിക്കേണ്ടതാണ്. കൊച്ചു ത്രേസ്യ ഇങ്ങനെ മഠത്തിൻ്റെ, കോൺവെൻറ്റിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ വല്ല കരിയിലൊക്കെ കിടക്കണം കണ്ട അതെടുക്കും, എന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ ഞാൻ ഈ ചെയ്ത കൊച്ചു പ്രവൃത്തി ഒരു ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ ആശ്വാസം, ആ ശുദ്ധീകരണ ആത്മാവിന് ഒരു ആശ്വാസം ആകാൻ നീ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അന്ന് രാത്രി സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ ഈശോ വെളിപ്പെടുത്തി കൊടുക്കും 100 ആത്മാവിനെ, 500 ആത്മാവിനെ, 1000 ആത്മാവിനെ ഞാൻ രക്ഷിച്ചു എന്നൊക്കെ. ഒരു വെറുതെ ഒരു കടലാസ് അല്ലെങ്കിൽ കിടക്കുന്ന ഒരു വേസ്റ്റ്, ഒരു കരിയില, അങ്ങനെ എന്തെങ്കിലും ഒന്നെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുമ്പോഴേക്ക്, അതായത് ആ പ്രവൃത്തിയുടെ വലുപ്പമോ ഒന്നുമല്ല, സ്നേഹത്തോടെ, ഈശോടുള്ള സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അത് ചെയ്യാണ്. അപ്പോഴിതാ 100 കണക്കിന് ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സന്യാസ ജീവിതത്തിലൂടെ, ത്യാഗ ജീവിതത്തിലൂടെ എത്രയോ ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നതിനപ്പുറത്ത്
അനേകർ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, ശുദ്ധീകരണാത്മാക്കൾ ഒത്തിരി നിലവിളിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളിക്കൊക്കെ ഒരു ഉത്തരമായിട്ടാണ് കർത്താവ് എന്നെ വിളിച്ചത്, നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആത്മാക്കൾ രക്ഷ പ്രാപിക്കും. ചിലതൊക്കെ നേരിട്ട്, ഇനി രക്ഷയുടെ തന്നെ പല തലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് ആശ്വസിപ്പിച്ച് വരുമ്പോൾ ആ വ്യക്തി ആ ദുഃഖത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളും ചിലപ്പോഴൊക്കെ ഇപ്പോൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കും. നമ്മൾ ഏതെങ്കിലും ഇതിൽ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുമ്പോൾ, നമ്മൾ കോൺഗ്രിഗേഷനിൽ സാവധാനത്തിൽ നമുക്ക് അതിനൊക്കെ നമ്മുടെ ശുശ്രൂഷയിലൂടെയൊക്കെ നമ്മൾ പലരെയും ഒക്കെ സഹായിക്കാറുണ്ട്. അങ്ങനെ സഹായിക്കുമ്പോൾ പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നു. അല്ലെങ്കിൽ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ മാനസാന്തരപ്പെടുമ്പോൾ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. അങ്ങനെ രക്ഷയ്ക്ക് പല തലങ്ങളുണ്ട്. സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെയുള്ള പല പല തലങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എത്രയോ മനുഷ്യരെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യത്തിൽ ഈ ദൈവവിളി എന്ന് പറയുന്നത്, ഓർക്കുക, നിലവിളിക്കുള്ള ഉത്തരമാണ്. നിലവിളിക്കുള്ള ഉത്തരം. നമ്മൾ വളരെ ആഴമായൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ പോലും അറിയാതെ എന്നിലൂടെ അനേകാര്യങ്ങൾ രക്ഷപ്പെടും. 1000 ഒന്നുമല്ല, 10,000 ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആത്മാക്കളെ കർത്താവ് രക്ഷിക്കും. ഒരുപക്ഷെ നമുക്ക് നേരിട്ട് അറിയാൻ തന്നെ സാധിക്കുന്ന സമൂഹം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അനേകം കുട്ടികളെ അറിവിലേക്ക് നയിക്കുമ്പോൾ അജ്ഞതയിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഒരു ആസ്പത്രിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേകം രോഗികളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ രക്ഷിക്കുകയാണ്. ഇനി ഒരു കോൺവെന്റിൽ ഒരു മേലധികാരിയായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യാമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സമൂഹത്തെ ആത്മീയമായിട്ട് ഞാൻ വളർത്താൻ ശ്രമിക്കുകയാണ്, രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മളായിരിക്കുന്ന ഏത് മേഖലയും, ഏത് ദൗത്യവും, ഏത് ശുശ്രൂഷയും രക്ഷയിലേക്ക് അനേകരെ നയിക്കാൻ കർത്താവ് അത് ഉപകരണമാക്കി, നമ്മളെ ഓരോരുത്തരും ഉപകരണമാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വാട്ടർ ടാങ്കിൽ നിറച്ച് വെള്ളം ഉണ്ടെന്ന് കരുതുക. ഈ വെള്ളം നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ കുടിക്കാൻ വെള്ളം എടുക്കണം, നമ്മൾ എന്താ ചെയ്യുക? ബക്കറ്റുമായി നേരെ വാട്ടർ ടാങ്കിൽ പോയി മുക്കിയെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ കുടിക്കുകയാണോ സാധാരണ ചെയ്യുക? നമ്മുടെ വീടിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ മുകളിൽ കയറി ബക്കറ്റ് കൊണ്ട് മുക്കി ആ വെള്ളവുമായിട്ട് താഴെ വരികയാണോ സാധാരണ ചെയ്യാറ്? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലം, നിങ്ങൾ ആ കോൺവെൻറ്റ്, അവിടെ എന്തായാലും ഒരു വാട്ടർ ടാങ്ക് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. ആ വാട്ടർ ടാങ്കിൽ എല്ലാ ദിവസവും വെള്ളം നിറച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. നമ്മൾ എന്ത് ചെയ്യും? കുടവുമായി അല്ലെങ്കിൽ ബക്കറ്റുമായി അല്ലെങ്കിൽ പാത്രവുമായിട്ട് നേരെ വാട്ടർ ടാങ്കിൻ്റെ അടുക്ക് പോകും? ഇല്ല. നമ്മുടെ ഒരു ടാപ്പ് തുറക്കുമ്പോൾ പൈപ്പിലൂടെ വെള്ളം അതിനകത്തൂടെ വരും, ഇല്ലേ? അപ്പോൾ ഈ വാട്ടർ ടാങ്കിലിരിക്കുന്ന വെള്ളം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആ ചാനലിലൂടെ, അതായത് ഈ പൈപ്പിലൂടെയാണ് ഒഴുകി വരുന്നത്. ഇതുപോലെ യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയുടെ യോഗ്യത അഥവാ സ്വർഗം വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ എന്ന പൈപ്പ് വഴി അഥവാ മാധ്യമം വഴി, ചാനല് വഴി അനേകം മനുഷ്യരിലേക്ക് ഒഴുക്കാൻ കർത്താവ് അങ്ങനെ ഒരു മാധ്യമമാക്കി, ചാനലാക്കി, വഴിയാക്കി, മാർഗമാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വിളി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ആനന്ദിക്കണം, ആഹ്ലാദിക്കണം, അഭിമാനിക്കണം, സന്തോഷിക്കണം, നന്ദി പറയണം. അപ്പോൾ കൂടുതൽ ഇതിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ പറയാം, നമ്മൾ സ്വീകരിച്ച് ഈ ദൈവവിളിയെ ഓർത്ത് നമ്മൾ സന്തോഷിക്കണം, നമ്മൾ ആനന്ദിക്കണം, നമ്മൾ ആഹ്ലാദിക്കണം, തമ്പുരാന് നന്ദി പറയണം. അപ്പോൾ നമ്മളെ പിന്നെയും കർത്താവ് അനേകർക്ക് കൃപ ഒഴുക്കുന്ന വലിയ ചാനലുകളാക്കി മാറ്റി കർത്താവ് നമ്മളെ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് അതിനെ പ്രതി ദൈവവിളിയിൽ നമ്മൾ സന്തോഷിക്കും തോറും, ആനന്ദിക്കും തോറും അതിലൊരു വളർച്ചയുണ്ടാകും. നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് മാറും. അനേകരുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകർത്താൻ സാധിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബൈബിളിൽ തന്നെ 3-4 വ്യത്യസ്ത വഴികളിലൂടെ ഈ ദൈവവിളി തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി ദൈവവിളി സ്വീകരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പറഞ്ഞത് മാത്രമാകണമെന്നില്ല, വേറെയും വഴികൾ, വേറെയും മാർഗങ്ങളിലൂടെയൊക്കെ നമ്മൾ ദൈവവിളിയിൽ സ്വീകരിച്ചവരുണ്ടാകാം. ചിലപ്പോൾ ചില പ്രതിസന്ധിയുടെ സമയത്ത് ദൈവവിളി സ്വീകരിച്ചവരുണ്ടാകാം. ചില കഷ്ടാനുഭവങ്ങളുടെ സമയത്ത് ദൈവവിളി സ്വീകരിച്ചവരുണ്ടാകാം. ചില ദുഃഖങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, ചില പരാജയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ദൈവവിളി സ്വീകരിച്ചവരുണ്ടാകാം. കാരണം ദൈവവിളി തിരിച്ചറിയാൻ ദൈവം നമ്മളെ പല വഴികളിലൂടെ, മാർഗങ്ങളിലൂടെയൊക്കെ ഒരുക്കാം. ഏതു വഴിയും ദൈവത്തിന് ഏതും തിരഞ്ഞെടുക്കാം, ഏതു മാർഗവും ദൈവത്തിന് അവലംബിക്കാം. ഞാൻ ചില സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ കൈയും കാലും ഒടിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ആൾക്കൊരു ഒരു എന്താ പറയുക, ഒരു തോന്നൽ വരുന്നത്, ഞാനിപ്പോൾ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായേനെ,
ഏതായാലും ഇനിയുള്ള ജീവിതം കർത്താവിന് സമർപ്പിക്കാം. ആൾ രോഗമൊക്കെ മാറി വന്നതിന് ശേഷം അദ്ദേഹം സെമിനാരിൽ ചേർന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും ഡൗട്ടായി, ഇത് ഞാൻ വെറുതെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും, അതുകൊണ്ട് എനിക്ക് ദൈവവിളിയൊന്നുമില്ല. അയാൾ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. വീണ്ടും ഇതുപോലെ ആസ്പത്രി കിടക്കുമ്പോഴാണ് ആൾ തൻ്റെ ദൈവവിളി ഇങ്ങനെ ഉറപ്പിക്കുന്നത്. അങ്ങനെ 2-3 വട്ടമൊക്കെ ഉണ്ടായെന്നൊക്കെ അങ്ങനെ ഒരു സംഭവം പണ്ട് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ദുരിതങ്ങൾ വേറൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മലയാറ്റൂർ മലയിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടിമിന്നലൊക്കെ ഉണ്ടായി, ഇങ്ങനെ അപകടങ്ങൾ നടന്നതിനെ കുറിച്ചൊക്കെ പണ്ട് കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ ഒരു വർഷം ഇതുപോലെ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ മല കയറാൻ പോയതാണ്. ശക്തമായൊരു ഇടിമിന്നലുണ്ടായി. ഇദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല. കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ വീണ് കിടപ്പുണ്ട്, താഴെ കിടപ്പുണ്ട്. ഇയാൾ മാത്രം ഇങ്ങനെ വിറങ്ങലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഭയന്ന് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും താഴെ കിടപ്പുണ്ട്. കുറേ പേരൊക്കെ മരിച്ചു, കുറേ പേർക്കൊക്കെ ശരീരത്തിൽ ധാരാളം പരിക്ക് പറ്റി ബോധമില്ലാതൊക്കെ കിടക്കാണ്. ഇദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. അന്ന് വന്നൊരു ചിന്തയാണ്, ഇപ്പം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താ? പിന്നെ ആൾക്ക് വരുന്ന തോന്നലാണ്, ഇനി കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കാം, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാം. അങ്ങനെ അദ്ദേഹം സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതിനെ കുറിച്ചൊക്കെ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ദുരിതത്തിന്റെ സമയത്ത് എടുക്കുന്ന തീരുമാനം ശരിക്കും ദൈവവിളിയാണോ? ദൈവവിളി തിരിച്ചറിയാൻ ദൈവം ഏത് മാർഗം ഉപയോഗിക്കും. ദൈവം ഓരോ വ്യക്തിക്കും ദൈവം ഓരോ തരം മാർഗങ്ങളിലൂടെ ആകാം. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വൊക്കേഷൻ പ്രൊമോട്ടറിലൂടെ ആകാം, അല്ലെങ്കിൽ വീട്ടുകാരിലൂടെ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ്റിൽ ഒരു സിസ്റ്ററിലൂടെ ആകാം, നമ്മൾ പഠിച്ച സ്ഥാപനത്തിലെ സിസ്റ്റേഴ്സിലൂടെ ആകാം. ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ നിരന്തരം പോയിരുന്ന ഒരു കോൺവെൻറ്റ്, പരിചയമുള്ള സിസ്റ്റേഴ്സ്, ഇവരിലൂടെയൊക്കെ ഒരു പക്ഷേ ദൈവവിളി സ്വീകരിക്കാൻ ദൈവം മാർഗങ്ങൾ ഒരുക്കാം, വഴികൾ ഒരുക്കാം. ദൈവവിളി ഏതു രൂപത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ദൈവവിളിയെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ വരുമ്പോൾ ആഴമായി പ്രാർത്ഥിച്ച് ശരിക്കും അതിലൊരു ഉറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു വലിയ ദൗത്യത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന് വ്യക്തമായ പദ്ധതിയുണ്ട്, കർത്താവിന് വ്യക്തമായൊരു പ്ലാനുണ്ട്. നമ്മൾ സന്യാസത്തിൻ്റെ ആദ്യ വർഷം പരിശീലനത്തിലായിരിക്കുമ്പോൾ, നമ്മളിപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശീലനത്തിലായിരിക്കുമ്പോൾ എന്താണ് നമ്മൾ പരിശീലിക്കുന്നത്, എന്തിനാണ് നമ്മൾ പരിശീലിക്കുന്നത്, എന്തിലേക്ക് എത്തിച്ചേരാണ് പരിശീലിക്കുന്നത്? ഒരു വ്യക്തത നമുക്ക് വേണം, ഒരു ലക്ഷ്യബോധം നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതായത് ഇപ്പോൾ ഒരു ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരാൾ 5 വർഷം പഠിക്കുമ്പോൾ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ഡോക്ടർ ആവുക, നല്ലൊരു ഡോക്ടർ ആവുക, നന്നായിട്ട് രോഗങ്ങളൊക്കെ കൃത്യമായിട്ട്, രോഗി വന്നാൽ കൃത്യമായിട്ട് രോഗം മനസ്സിലാക്കാനും കൃത്യമായ ട്രീറ്റ്മെൻറ്റ്, കൃത്യമായ മരുന്ന് കൊടുത്ത് അങ്ങനെ നല്ലൊരു ഡോക്ടർ ആവുക എന്നൊരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇതുപോലെ നമ്മൾ സന്യാസ പരിശീലനത്തിലായിരിക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യം വേണം. ഒരു യഥാർത്ഥ സന്യാസി ആവുക എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ സന്യാസിനി ആവുക എന്ന ലക്ഷ്യം. ഇപ്പോൾ ചോദ്യം ഇതാണ്, സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പെട്ടെന്ന് സന്യാസം എന്നൊക്കെ പറയും, നമ്മുടെ മനസ്സിലേക്ക് തെളിയുക ഭാരതീയ സന്യാസ ജീവിത രീതി, അങ്ങനെയൊക്കെയുള്ളൊരു കാവ്യ ധരിച്ച ആളുകളെയൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ക്രിസ്ത്യൻ സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ, ക്രിസ്തീയ സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ തെളിയുക? നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രായത്തിൽ, നിങ്ങൾ ആദ്യ വർഷത്തെ പരിശീലനത്തിലായിരിക്കുന്നവരാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒത്തിരി ഒത്തിരി കട്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഇപ്പോൾ ഒന്ന് പറയാം. അതായത് എല്ലാ മതങ്ങളിലും, മിക്കവാറും എല്ലാ മതങ്ങളിലും സന്യാസമുണ്ട്, മിക്കവാറും എല്ലാ മതങ്ങളിലും. എന്നാൽ ക്രിസ്തു മതത്തിൽ സന്യാസം ആരംഭിക്കുന്നത് മറ്റു മതങ്ങളിൽ സന്യാസം ആരംഭിച്ച പോലെയല്ല. അതിനൊരു വ്യത്യസ്തതയുണ്ട്, ഒരു വ്യതിരിക്തതയുണ്ട്. അതൊരു വളരെയധികം പ്രത്യേകത അതിനുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തോലിക്ക സഭ ആരംഭിച്ച് ആദ്യത്തെ 300 വർഷങ്ങൾ കഠിനമായ മതമർദ്ദനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. നമുക്കതൊക്കെ നമ്മൾ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അനേകം ക്രിസ്ത്യാനികൾ ക്രൂരമായ വിധത്തിൽ വധിക്കപ്പെട്ടു. ഓരോ ചക്രവർത്തിമാരും, റോമിലെ ചക്രവർത്തിമാർ, മിക്കവാറും ചക്രവർത്തിമാരൊക്കെ തന്നെ ക്രിസ്ത്യാനികളെ മുഴുവനായി നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. അതിക്രൂരമായ മതമർദ്ദനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ അനേകർ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. കാരണം രക്തസാക്ഷിയായിട്ട് ഒരാൾ മരിച്ചാൽ ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകാം, ആ സമയം തന്നെ സ്വർഗത്തിൽ പോകാം. ഈ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുക അത് 2ാം മാമോദീസ എന്നാണ്, സെക്കൻഡ് ബാപ്റ്റിസം. ആ വ്യക്തിയിലുള്ള എല്ലാതരം പാപങ്ങളും കടങ്ങളും സകലതും ആ സമയം കഴുകപ്പെടും. അതുകൊണ്ട് ആ സെക്കൻഡിൽ ആ വ്യക്തി സ്വർഗത്തിൽ പോകും. ഇപ്പം രക്തസാക്ഷിത്വം സ്വർഗം ഉറപ്പ് തരുന്ന ഒരു വലിയ മാർഗമാണ് രക്തസാക്ഷിത്വം, സ്വർഗം ഉറപ്പ് തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയും സ്വർഗം ഉറപ്പായിട്ട് കിട്ടുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും അനേകർ രക്തസാക്ഷികളാകാൻ മുന്നോട്ട് വന്നു. പിന്നീട് ഈ മതമർദ്ദനമൊക്കെ അവസാനിക്കുന്നത് നമ്മുടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ
അദ്ദേഹം ഒരു വിളംബരം, ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന വിശ്വവിഖ്യാതമായൊരു വിളംബരമൊക്കെ പുറപ്പെടുവിച്ച് അങ്ങനെ റോമിൽ മതമർദ്ദനം അവസാനിച്ചു. മാത്രമല്ല ക്രിസ്തു മതം ഔദ്യോഗിക മതമായി തീർന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളൊക്കെ കൂട്ടത്തോടെ മാമോദീസ മുങ്ങി ക്രിസ്ത്യാനികളാകാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ മനുഷ്യർക്കുള്ളിൽ ഒരു തോന്നൽ വരാണ്, രക്തസാക്ഷിയാകാനുള്ള സാധ്യതകളില്ലാതെയായി. കാരണം മതമർദ്ദനം അവസാനിച്ചല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇനി ഈ ലോകത്തിൻ്റെ ഇങ്ങനെ ഈ സുഖഭോഗങ്ങളിലൊക്കെ മുഴുകി ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് എന്താ മാർഗം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ചിലരുടെ ഉള്ളിൽ ഒരു തോന്നൽ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. അവരിങ്ങനെ മരുഭൂമിയിലേക്കോ അല്ലെങ്കിൽ വല്ല വനം കാടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ വല്ല മലയുടെ മുകളിലേക്കോ, അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, വിജനപ്രദേശം, മറ്റാരുടെയും ശല്യമില്ലാതെ തനിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തേടി പോകാൻ തുടങ്ങി. അങ്ങനെ തനിച്ചിരുന്ന് ആരും വരാത്ത സ്ഥലങ്ങൾ നോക്കി തനിച്ചിരുന്ന് തീവ്രമായ പ്രാർത്ഥന, കഠിനമായ പ്രാർത്ഥന, പരിഹാരത്തിൻ്റെയും അതുപോലെ പ്രാർത്ഥനയുടെ ഒരു ജീവിതം, പിന്നെ ഭക്ഷണമൊന്നും കാര്യമായിട്ടുണ്ടാകില്ല, ഉപവാസത്തിൻ്റെ ഒരു ജീവിതം. അങ്ങനെ ഇവർ തീവ്രമായി പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രചോദനം അനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയിൽ വളരുമ്പോൾ കൃപ കൊണ്ട് നിറയാൻ തുടങ്ങും, കൃപ കൊണ്ട് ശക്തിപ്പെടാൻ തുടങ്ങും. അങ്ങനെ കൃപ നിറഞ്ഞ് ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണ്, ഒരാളിൽ കൃപ നിറഞ്ഞാൽ ആ കൃപ വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഒരു റോസാപ്പൂവ്, അതിൻ്റെ സുഗന്ധം ചുറ്റുവട്ടത്ത് വരുന്ന അവർക്കൊക്കെ സുഗന്ധം കിട്ടും എന്നതുപോലെ ഒരു വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിറഞ്ഞാൽ ആ അനുഗ്രഹം, കൃപ, അതിൻ്റെ പരിമളം ചുറ്റും ഇങ്ങനെ പരക്കാൻ തുടങ്ങും. അപ്പോൾ ഇവരെ തേടി, ഇവരെ അന്വേഷിച്ച് ആളുകളൊക്കെ ഇവരുടെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. പലരും അനുഗ്രഹം ചോദിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന പലർക്കും ഇവരുടെ ജീവിത ശൈലിയോട് ആകർഷണം തോന്നി. ഇവരോടൊപ്പം, ഇവരോട് ചേർന്ന് ചിലരൊക്കെ ഇവരുടെ കൂടെ കൂടി ഇങ്ങനെ പതുക്കെ പതുക്കെ സമൂഹങ്ങൾ ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ സമൂഹം ആയി കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങൾ വേണ്ടി വരും, ക്രമങ്ങൾ വേണ്ടി വരും. രാവിലെ എഴുന്നേൽക്കാൻ സമയം, ഉറങ്ങാനൊരു സമയം, വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാൻ സമയം, ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ സമയം, പ്രാർത്ഥിക്കാൻ സമയം, അങ്ങനെ എല്ലാറ്റിനും ക്രമങ്ങളും ക്രമീകരണങ്ങളൊക്കെ ആയി പതുക്കെ പതുക്കെ ഈ സമൂഹങ്ങൾ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ പരിണാമം. ഇങ്ങനെ പരിണാമം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. പരിണാമം സംഭവിക്കാൻ തുടങ്ങി, ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പതുക്കെ 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 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ, പതിറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ, നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ സന്യാസം രീതി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്ത് ഇന്ന് കാണുന്ന വിധത്തിലുള്ള സന്യാസ സഭകൾ ആരംഭിച്ചു. മാത്രമല്ല ചില വലിയ വിശുദ്ധാത്മാക്കൾ, പുണ്യാത്മാക്കൾ, ഇവരൊക്കെ ഇങ്ങനെ തീവ്രമായ ദൈവാനുഭവത്തിൽ ജ്വലിച്ച് അവർ യേശുവിൻ്റെ തിരുമുഖം ധ്യാനിച്ച് യേശുവിൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അതിലെ ഏതെങ്കിലും ഒരു സ്വഭാവം, യേശുവിൻ്റെ വ്യക്തിത്വത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേകത, ഒരു സവിശേഷത, അതിനോട് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നു, ഒരു അട്രാക്ഷൻ തോന്നുന്നു. അതൊരു കൃപയായി സ്വീകരിക്കുന്നു. അതിനെ നമ്മൾ ഒരു കരിസ്മ എന്ന് പറയും, സിദ്ധി. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ശുശ്രൂഷയെ ബേസ് ചെയ്ത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺഗ്രിഗേഷൻ ആരംഭിക്കുന്നു. അങ്ങനെ പല കോൺഗ്രിഗേഷനുകളുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കോൺഗ്രിഗേഷൻ, അല്ലെങ്കിൽ വചനപ്രഘോഷണം ഒരു മെയിൻ ശുശ്രൂഷയാക്കിയിട്ടുള്ള കോൺഗ്രിഗേഷൻ, അതല്ലെങ്കിൽ ഉപവിപ്രവർത്തികൾ ഒരു മെയിൻ ശുശ്രൂഷയാക്കിയിട്ടുള്ള കോൺഗ്രിഗേഷൻ. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇപ്പോൾ മദർ തെരേസ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയണം. മദർ തെരേസ യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് മദർ തെരേസ ധ്യാനിച്ചത്. അങ്ങനെ ആ കരുണയുടെ മുഖം ധ്യാനിച്ച് അതിനോട് വല്ലാത്തൊരു ആകർഷണം തോന്നി. അങ്ങനെയാണ് ഉപവിയുടെ സഹോദരിമാർ എന്നുള്ള സഭ ആരംഭിക്കുന്നത്. അപ്പോൾ ആ മദർ തെരേസാക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു കരിസ്മ, ഒരു സിദ്ധി, അത് പിന്നീട് ഒരു കോൺഗ്രിഗേഷൻ രൂപപ്പെടുത്താൻ കാരണമായി തീർന്നു. പിന്നെ അതിൽ അംഗമായി ചേർന്നവർക്കൊക്കെ അതിലിത് ആ കരിസ്മ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിനെ നമ്മൾ ക്യാരിസം എന്ന് പറയും. കരിസ്മ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ക്യാരിസം എന്ന് പറയും. നമ്മൾ ഓരോരുത്തരും അംഗമായിരിക്കുന്ന ഓരോ കോൺഗ്രിഗേഷനിലും ഇതുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് കിട്ടിയ ഒരു ക്യാരിസം ഉണ്ട്. കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച വ്യക്തിക്കുള്ള കരിസ്മ, ആ സിദ്ധി, അതിങ്ങനെ കൈമാറി നമ്മിലേക്ക് വരികയാണ്. അതിന് നമ്മൾ ക്യാരിസം എന്ന് പറയും. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത്, അങ്ങനെ ഇവോൾവ് ചെയ്താണ് സന്യാസ സഭകളൊക്കെ സാവധാനത്തിൽ രൂപപ്പെടുന്നത്. ഇന്ന് കാണുന്ന വിധത്തിലുള്ള കോൺഗ്രിഗേഷനുകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ അംഗമായിരിക്കുന്ന കോൺഗ്രിഗേഷൻ്റെ ചൈതന്യം എന്താണ്, അതിൻ്റെ സിദ്ധി എന്താണ്, സ്ഥാപക പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ നിങ്ങൾ വായിക്കും, കേൾക്കും, പഠിക്കും, ക്ലാസ്സുകളിലൂടെയൊക്കെ കടന്നു പോകും. ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കണം. കാരണം ആ ഒരു ക്യാരിസം പിന്തുടരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആ ക്യാരിസം പിന്തുടരാൻ.
അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ധ്യാനിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ അതിനെ മാറ്റണം. ഇതിനോടൊക്കെ നമ്മൾ ഒത്തിരി അത് കേട്ടിട്ടുണ്ടാവും, അച്ഛനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ കത്തോലിക്ക സഭയിൽ സന്യാസം ആരംഭിച്ച രീതി പറഞ്ഞു. ഇനി ഒരു കാര്യം ഓർക്കുക, ഈ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇച്ചിരി കനമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി ഗ്രഹിക്കാൻ പ്രയാസം ഉണ്ടാകുന്നതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ആദ്യകാലത്തേക്കുള്ളൊരു ചിന്താഗതി സന്യാസം എന്ന് പറഞ്ഞാൽ പരിപൂർണതയിലേക്കുള്ള വിളി, പരിശുദ്ധി പ്രാപിക്കാനുള്ള വിളി എന്നതായിരുന്നു. പരിശുദ്ധി പ്രാപിക്കാനുള്ള വിളി നല്ലൊരു നിർവചനമാണ്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസികൾ മാത്രം പരിശുദ്ധി പ്രാപിച്ചാൽ മതിയോ? ബാക്കിയുള്ളവർക്കും പരിശുദ്ധി പ്രാപിക്കണ്ടേ, മറ്റ് ക്രിസ്ത്യാനികൾക്കും? അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഇങ്ങനൊരു സഭയുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങൾ വരുന്നു. സന്യാസികൾ മാത്രമല്ല എല്ലാവരും പരിശുദ്ധി പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്തയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ് സഭ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സന്യാസ ജീവിതം നയിക്കുന്ന പലർക്കും ഒരു സംശയം വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങളെന്തിനാ ഈ സന്യാസമൊക്കെ നയിക്കുന്നത്? ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഞങ്ങളെന്തിനാ സന്യാസ ജീവിതം നടത്തുന്നത്? കാരണം പുറത്തു പോയാലും വിശുദ്ധരാകാം, അകത്ത് നിന്നാലും വിശുദ്ധരാകാം. പുറത്തുള്ളവർക്കും പരിശുദ്ധരാകാം, അകത്തുള്ളവർക്കും പരിശുദ്ധരാകാം. അപ്പം അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും കുറേ പേരൊക്കെ സന്യാസം ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇതൊക്കെ സഭയിൽ നടന്നിട്ടുള്ള കാര്യമാണ്. 1970-കളിലൊക്കെ ആയപ്പോൾ കുറേ ആളുകളൊക്കെ സന്യാസം ഉപേക്ഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സന്യാസത്തിന് കൃത്യമായൊരു നിർവചനം കൊടുക്കാൻ വേണ്ടി സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ആലോചിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി പ്രാർത്ഥനയുടെയൊക്കെ വെളിച്ചത്തിൽ കൃത്യമായിട്ട് സുവിശേഷ മൂല്യങ്ങളെ, നേരത്തെയുള്ള ചിന്തകൾ തന്നെ അതിൻ്റെ വ്യതിരിക്തത മനസ്സിലാക്കാൻ, നേരത്തെ തന്നെ സഭയിലുണ്ടായിരുന്ന സന്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് സന്യാസത്തിൻ്റെ വ്യതിരിക്തത, പ്രത്യേകത, മറ്റ് ജീവിത ശൈലിയിൽ നിന്നും സന്യാസം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇത് ബോധ്യമാക്കാൻ വേണ്ടി അതിൻ്റെ പഠനങ്ങളുടെ അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ചിന്ത ഇന്ന് എത്തി നിൽക്കുന്നത് ഇങ്ങനെയാണ്. സന്യാസത്തിന് കൊടുത്തിട്ടുള്ള നിർവചനം എങ്ങനെയാണ്? ഞാൻ ഒത്തിരി വിശദമായിട്ട് പറയാത്തത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പതുക്കെ ഓരോ വർഷം കഴിയും നിങ്ങളത് പഠിക്കും. പതുക്കെ പഠിച്ച് വളരും. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. സന്യാസത്തിന് ഇന്ന് കൊടുത്തിട്ടുള്ള നിർവചനം മൗലികമായ ക്രിസ്തു ശിഷ്യത്വത്തിലേക്കുള്ള വിളി. നിങ്ങൾക്ക് ഈ വാചകം കേട്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് അച്ഛനറിയാം, സാരമില്ല, അർത്ഥം ഇത്രയേ ഉള്ളൂ. മൗലികം എന്ന് പറഞ്ഞാൽ തീവ്രം എന്ന് പറഞ്ഞാൽ അറിയാലോ, തീവ്രമായ, തീക്ഷ്ണമായ, റാഡിക്കൽ, ഇൻറ്റിമേറ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. ഓർത്തിരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ള വാക്ക് തീവ്രമായ ക്രിസ്തു ശിഷ്യത്വം. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നത് തീവ്രമായ വിധത്തിൽ ആ ശിഷ്യത്വം അഭ്യസിക്കുക. അതാണ് സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മനസ്സിലാക്കാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ക്രിസ്തു മുന്നിൽ നടക്കുന്നു, പുറകിൽ അനുഗമിക്കുന്ന എല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാം? ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാം. അപ്പോൾ ലോകത്ത് നിന്ന് 200 കോടിയോളം ക്രിസ്ത്യാനികൾ ഏകദേശം ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ക്രിസ്തു മുന്നിൽ നടക്കുന്നു, പുറകെ നടക്കുന്ന 200 കോടിയോളം വരുന്ന വലിയൊരു സമൂഹം. അവർ യേശുവിൻ്റെ പുറകെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യം യേശുവിൻ്റെ പുറകെ തന്നെ നടന്നാൽ അവർക്ക് പരിശുദ്ധിയിലേക്ക് എത്താം. കാരണം യേശുവിൻ്റെ പുറകെയാണല്ലോ പോകുന്നത്. അങ്ങനെ നടക്കുന്ന വലിയ സമൂഹത്തിൽ കുറച്ച് പേർക്ക് ഒരു പ്രേരണ കിട്ടാണ്, ഒരു പ്രചോദനം കിട്ടാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രേരിപ്പിക്കുകയാണ്, പ്രചോദിപ്പിക്കുകയാണ്. ഇങ്ങനെ കൂട്ടത്തിൽ ഒരാളായിട്ട് നടന്നാൽ പോരാ, യേശുവിൻ്റെ തൊട്ടടുത്തേക്ക് വരാൻ. അങ്ങനെ തൊട്ടടുത്തേക്ക് കുറച്ച് പേര് ഈശോയുടെ തൊട്ടടുത്തേക്ക് വരും. ഈ തൊട്ടടുത്തേക്ക് വരുന്നവരെ വിളിക്കുന്ന പേരാണ് സന്യാസികളെന്ന്. അങ്ങനെ വന്നതുകൊണ്ട് മാത്രം സന്യാസിയാകില്ല, തൊട്ടടുത്തേക്ക് വന്നിട്ട് ഈശോയുടെ ചേർന്ന് നടക്കും, ഒപ്പം നടക്കും, തൊട്ടടുത്ത് നടക്കും. ആണല്ലോ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്, തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുന്ന. എന്തിനാണ് അടുത്തേക്ക് വിളിക്കുന്നത്? അതിൽ ആദ്യത്തെ കാരണം പറയണത് തന്നോട് കൂടെ ആയിരിക്കാൻ, യേശുവിൻ്റെ ഒപ്പം കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ ഒപ്പം, യേശുവിൻ്റെ കൂടെ, എല്ലാ കാര്യത്തിലും യേശുവിൻ്റെ കൂടെ, യേശുവിനോട് ചേർന്ന് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കുറച്ച് പേര് വരാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്, ദൈവം വിളിക്കണതാണ്. അപ്പോൾ അത് കുറേ പേർക്കുള്ളിൽ പ്രചോദനം കിട്ടുന്ന യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ യേശുവിൻ്റെ ഒപ്പം നടന്നാലുള്ള പ്രത്യേകത എന്താ? പതുക്കെ യേശുവിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടാൻ തുടങ്ങും. അതെങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ നടന്ന യേശുവിൻ്റെ സ്വഭാവം കിട്ടണേ? ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ സാധാരണ പഴഞ്ചൊല്ലൊക്കെ ഇങ്ങനെ പഴഞ്ചൊല്ലുകൾ പലതും കേട്ടിട്ടുണ്ടല്ലോ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ. കല്ലിന് അതിൽ തന്നെ സൗരഭ്യമൊന്നുമില്ല, മണമൊന്നുമില്ല. പക്ഷെ മുല്ലപ്പൂമ്പടി ഏറ്റാൽ കല്ലിന് സൗരഭ്യം വരും. എന്നതുപോലെ യേശുവിനോട് ചേർന്ന് കടന്നാൽ യേശുവിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ചന്ദനത്തോട് ചാരി നിന്നാൽ ചന്ദനത്തിൻ്റെ മണം കിട്ടുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എന്നതുപോലെ യേശുവിനോട് ചേർന്ന് നിന്നാൽ യേശുവിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടും. ഇനി കുറച്ചും കൂടെ നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇരുമ്പ് തണ്ട് തീയിലേക്ക് വെച്ചു എന്ന് കരുതുക. നിങ്ങൾ കൊല്ലൻ്റെ ആലയിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ടി വിയിലൊക്കെ ചിലപ്പോൾ പണ്ട് സിനിമയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ കൊല്ലൻ എന്താ ചെയ്യുക? കൊല്ലൻ എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പൊക്കെ പഴുപ്പിച്ച് അടിച്ചു പരത്തി വാക്കത്തിയും കത്തിയും കോടാലിയൊക്കെ ഉണ്ടാക്കുന്ന ആളില്ലേ, ആണ് കൊല്ലൻ എന്ന് പറയുക. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഈ വാക്കുകൾ ചിലതൊന്നും ചിലപ്പോൾ പരിചയം ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഈ കൊല്ലൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരുമ്പെടുത്ത് തീയിലേക്ക് വെക്കും.
കുറേ കഴിയുമ്പോൾ ഈ ഇരുമ്പിന് എന്ത് സംഭവിക്കുകയാണ്? ഇരുമ്പ് ഈ തീ ഇങ്ങനെ ആഗിരണം ചെയ്തെടുക്കും. ഈ അഗ്നിജ്വാലകളെ ആഗിരണം ചെയ്തെടുക്കും. അഗ്നിയുടെ ചൂടും പ്രകാശവും ഒക്കെ ആഗിരണം ചെയ്യാന്ന് വെച്ചാൽ സ്വീകരിക്കും. സ്വീകരിച്ച് കുറേ കഴിയുമ്പോൾ ഇരുമ്പുദണ്ഡ് എന്തായിട്ട് മാറും? അഗ്നിദണ്ഡായിട്ട് മാറും, അഗ്നിയായിട്ട് മാറും. കാഴ്ചയിൽ വല്ല വ്യത്യാസമുണ്ടോ? അവിടെയുള്ള അഗ്നിയായിട്ട് അവിടെ കിടക്കുന്ന മറ്റു കാര്യങ്ങളും ഈ ഇരുമ്പുദണ്ഡ് തമ്മിൽ കണ്ടാൽ രണ്ടും ഒരേപോലെ ഇരിക്കുന്നു. എന്നാൽ ഇരുമ്പ് തന്നെയാണ് താനും. പക്ഷെ അതിന് അഗ്നിയുടെ എല്ലാ സ്വഭാവം, ചൂട് കിട്ടി, പ്രകാശം കിട്ടി, മറ്റുള്ള സ്വഭാവമൊക്കെ കിട്ടി. ഇതുപോലെ യേശു എന്ന അഗ്നിയോട് ഞാനെന്ന ഇരുമ്പുദണ്ഡ് ചേർന്ന് നിൽക്കുന്നു. കുറേ കഴിയുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം മുഴുവൻ എനിക്ക് കിട്ടും. യേശുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത, വിശ്വസ്തത, വിനയം, സംയമനം, ശുദ്ധത. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ യേശുവിൻ്റെ സ്വഭാവമാണെന്ന് പറയുക. ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പതുക്കെ നമ്മൾ ആരായിട്ട് മാറും? യേശുവായിട്ട് മാറും. അതൊക്കെ നടക്കണ കാര്യമാണോ? യേശുവായിട്ടൊക്കെ മാറാൻ പറ്റുമോ? അത് നടക്കണ കാര്യമാണെന്ന് പറയാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ആരെയെങ്കിലും രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കാറുണ്ടോ? ഒരാളെ വിളിക്കാറുണ്ട്. അതാരെയാണ്? അസീസി പുണ്യവാളൻ ഫ്രാൻസിസ് അസീസി വിളിക്കുന്ന പേരാണ് രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ രണ്ടാം ക്രിസ്തു ഉണ്ട്, രണ്ടാമതൊരു ക്രിസ്തു ആയിട്ടുണ്ട്. അനേകം വിശുദ്ധരെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്ന അനേകം വിശുദ്ധര് ലോകത്തുണ്ട്. സകല വിശുദ്ധരെ അങ്ങനെ വിളിക്കാവുന്നതാണ്. 3-ാം ക്രിസ്തു, 4-ാം ക്രിസ്തു എന്നൊക്കെ വിളിക്കാവുന്ന. അത് യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ സ്വഭാവം മുഴുവനും കിട്ടി. ഇതുപോലെ യേശുവിൻ്റെ സ്വഭാവം മുഴുവനും സ്വാംശീകരിച്ച് യേശുവിൻ്റെ വ്യക്തിത്വമായി നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്താനുള്ള ഒരു വിളിയാണ് സത്യത്തിൽ ഈ സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷ്യം മനസ്സിൽ വേണം. ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ, യേശു ആയി മാറാനുള്ള വിളിയാണ് എൻ്റേത്. യേശു ആയി മാറാൻ ഓർത്തേക്കണം, ക്രിസ്തുവായി മാറാൻ. അതാണ് എൻ്റെ വിളി. ഊണിലും ഉണ്ടാകണം ഈ ചിന്ത, ഉറക്കത്തിലും ഉണ്ടാകണം ഈ ചിന്ത, നടപ്പിലും ഇരിപ്പിലും വായനയിലും പ്രാർത്ഥനയിലും എപ്പോഴും വേണം. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ലക്ഷ്യം, ഇപ്പോൾ ഒരു ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരാൾക്ക് ലക്ഷ്യമുണ്ട്, ഡോക്ടർ ആവുക എന്ന ലക്ഷ്യമുണ്ട്. എന്നതുപോലെ എൻ്റെ ലക്ഷ്യം എന്താണ്? യേശുവായി മാറുക, ക്രിസ്തുവായി മാറുക, ക്രിസ്തുവിൻ്റെ സ്വഭാവം മുഴുവനെയും സ്വാംശീകരിക്കുക. ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കില്ല. പതുക്കെ നമ്മൾ യേശുവിൻ്റെ സ്വഭാവം സ്വാംശീകരിച്ച് അവസാനം യേശുവായിട്ട് മാറണം. അതാണ് സന്യാസം എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുക. അപ്പം ഇത് നമ്മുടെ തലയിൽ നിന്ന് കളയരുത്. യേശുവായി മാറണം, യേശുവിൻ്റെ സ്വഭാവം മുഴുവനും സ്വാംശീകരിക്കണം, മറ്റൊരു ക്രിസ്തുവായി മാറണം. ഇത് നമ്മുടെ തലയിൽ ഉണ്ടാകണം. അപ്പം നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് യേശുവിലേക്കുള്ള വളർച്ചയാണ്. യേശുവോളം വളരാൻ ശ്രമിക്കുകയാണ്. യേശുവോളം വളരാൻ, യേശുവിൻ്റെ അത്രയ്ക്ക് വളരണം. നമ്മൾ നടക്കുമോ? യേശുവിനോളം വളരാനാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു എങ്ങനെയാണ് വളർന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബൈബിളിൽ ഒരു വചനമില്ലേ? എന്താണ് ആ വചനം? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിലും ഈശോ വളർന്നു വന്നു. അങ്ങനെ ഒരു വചനം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ 4 തരത്തിലുള്ള വളർച്ച നമുക്ക് യേശുവിൻ്റെ കാര്യത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ജ്ഞാനത്തിലുള്ള വളർച്ച, പ്രായത്തിലുള്ള വളർച്ച, ദൈവപ്രീതിയിലുള്ള വളർച്ച, മനുഷ്യപ്രീതിയിലുള്ള വളർച്ച. 4 വളർച്ച, 4 തരത്തിൽ. ഇത് 4 മാത്രമല്ല, തീർച്ചയായിട്ടും ഒത്തിരി മേഖലകൾ വേറെയുണ്ട്. എങ്കിലും നമ്മുടെ ഫോർമേഷൻ്റെ കാലഘട്ടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒത്തിരി വിശദീകരിക്കാനൊന്നും അച്ഛൻ നിൽക്കുന്നില്ല, വെറുതെ ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. ജ്ഞാനത്തിൽ വളരാന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യം അറിവ് നമുക്ക് വേണം. സന്യാസ ജീവിതത്തെക്കുറിച്ച്, ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച്. നമ്മളിനി കുറേ കഴിയുമ്പോൾ വ്രതങ്ങളൊക്കെ എടുക്കും. അനുസരണ വ്രതം, ദാരിദ്ര്യവ്രതം, ബ്രഹ്മചര്യ വ്രതം, പിന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, സമൂഹ ജീവിതം, നമ്മൾ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ, നമ്മൾ അംഗമായിരിക്കുന്ന കോൺഗ്രിഗേഷൻ, അതിൻ്റെ ക്യാരിസം. അത്യാവശ്യമൊക്കെ നമ്മൾ അറിവുണ്ടാകണം. അത്യാവശ്യമല്ല, നല്ലപോലെ അറിവുണ്ടാകണം. അറിവ് എന്തിനാന്ന് വെച്ചാൽ ആ അറിവ് അനുസരിച്ച് നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജ്ഞാനത്തിൽ വളർന്നു വരണം. അതിലുപരി വിശുദ്ധ ഗ്രന്ഥം, വചനം, നല്ല അറിവ് നമുക്ക് വേണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥം, അതിലെ ഓരോ പുസ്തകവും, ഓരോ അധ്യായവും, ഓരോ വാക്യവും, ഓരോ വചനവും. കാരണം വിശുദ്ധ വചനങ്ങളിലൂടെയാണ് ഈശോയെ നമ്മൾ അറിയുക. അതുകൊണ്ട് ജ്ഞാനത്തിൽ വളരുക എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനവും, വചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ആത്മീയ സത്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ഒക്കെ നമ്മൾ നേടിയെടുക്കണം. ജ്ഞാനത്തിലുള്ള വളർച്ച. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാനില്ലേ? ഒരു ദിവസം തന്നെ 2, 3, 4 ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേറെ ക്ലാസ് ഉണ്ടാകും. നമ്മുടെ ഫോർമേഷൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഒത്തിരി പഠിക്കാൻ നമുക്കുണ്ട്. ഗൗരവത്തിൽ പഠിക്കണം, സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ഈ പഠനം ആവശ്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പഠനത്തിലൂടെ അറിവും ജ്ഞാനവും നമ്മൾ നേടി പതുക്കെ നമ്മുടെ വ്യക്തിത്വം നമ്മളിങ്ങനെ രൂപീകരിക്കുകയാണ്. പതുക്കെ. അതുകൊണ്ട് ഗൗരവമായി നമ്മുടെ പഠനങ്ങളെ നമ്മൾ നോക്കിക്കാണുക. രണ്ടാമത്തെ കാര്യം പ്രായത്തിലുള്ള വളർച്ച. അതിനിപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ വർഷം എനിക്ക് 15 വയസ്സാണെങ്കിൽ അടുത്ത വർഷം എനിക്ക് 16 വയസ്സാകും. ഞാൻ ജീവിച്ചിരുന്നാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന വളർച്ച അതല്ല. അത് മാത്രമല്ല, അതിനപ്പുറത്ത് പ്രായത്തിനനുസരിച്ച് പക്വതയിൽ ഞാൻ വളരണം. എല്ലാ അർത്ഥത്തിലും ഒരു പക്വത.
15 വയസ്സുണ്ട്, പക്ഷെ 5 വയസ്സുകാരൻ്റെ 5 വയസ്സുകാരിയുടെ സ്വഭാവമല്ല ഞാൻ കാണിക്കേണ്ടത്. 15 വയസ്സുണ്ടെങ്കിൽ 15 വയസ്സുള്ള ഒരാളുടെ സ്വഭാവം കാണിക്കണം, വേണ്ടേ? അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുക, ചിലർക്കൊക്കെ അങ്ങനെയുണ്ട്, കൊച്ചു കുട്ടികളെ പോലെയൊക്കെ പെരുമാറുക. അതൊന്നും ഒരു പക്വതയില്ല എന്ന് പറയും. പ്രായത്തിനനുസരിച്ച് പക്വത നമുക്ക് വേണം എല്ലാ കാര്യത്തിലും. നമ്മുടെ പെരുമാറ്റ രീതികൾ, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രമം, നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ സംസാര രീതി, നമ്മുടെ ചിന്താരീതി, നമ്മുടെ മനോഭാവങ്ങൾ പതുക്കെ പതുക്കെ ഒരു പക്വതയിലേക്ക്. ഇപ്പോൾ 15 വയസ്സിൽ 15 വയസ്സിൻ്റെ പക്വത ഉണ്ടാവുള്ളൂ, മതി. പക്ഷെ ആ 15 വയസ്സിൻ്റെ പക്വത വേണം. 16 വയസ്സാകുമ്പോൾ 16 വയസ്സിൻ്റെ പക്വത വേണം. 20 വയസ്സാകും 20 വയസ്സിൻ്റെ പക്വത വേണം. പതുക്കെ 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 പക്വതയിലേക്ക് വളരണം. അപ്പം അതിനുവേണ്ടി ബോധപൂർവം നമ്മൾ പരിശീലിക്കണം. പരിശീലനത്തിൻ്റെ നാളുകളാണിത്. ഇത് മാത്രമല്ല, അതിൻ്റെ മറ്റൊരു വശമാണ്, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ, തഴക്കദോഷങ്ങളോ പാപവോ പാപവാസനകൾ, പ്രലോഭനങ്ങൾ, അങ്ങനെ നമ്മളെങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തിന്മകൾ, പാപാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ആ കെട്ടൊക്കെ പൊട്ടിക്കണം. നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല, ഈശോയാണ് പൊട്ടിച്ചു തരാം. ഈശോയോട് ചേർന്ന് ജീവിച്ചാൽ മതി. നമ്മൾ ബോധപൂർവം ഒരു പാപവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. നമ്മൾ കോൺവെൻറ്റിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ ദൈവവിളി സ്വീകരിക്കുമ്പോൾ ചില ദുശീലങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാകാം, ചിലർക്കുണ്ടാകാം, ചിലർക്കുണ്ടാകണമെന്നില്ല, ചിലർക്കുണ്ടാകാം. ആ ദുശീലങ്ങൾ എന്തും ആകട്ടെ, അതൊന്നും ഇപ്പോൾ ഇങ്ങനെ പറയുന്നില്ല, ഉദാഹരണമായിട്ടൊന്നും പറയുന്നില്ല. ഓരോരുത്തരും അവരോട് ചിന്തിച്ചാൽ മതി. എന്താണോ എനിക്കുള്ളത് അതിനൊക്കെ നമ്മൾ അതിജീവിക്കണം. എന്നിട്ട് ഈശോയിലേക്ക് വളരണ്ടേ നമുക്ക്. അപ്പോൾ പ്രായത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തലം കൂടെയുണ്ട്. ഇനി മൂന്നാമത്തേതാണ് ദൈവപ്രീതിയിൽ വളരുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. എപ്പോഴും അന്വേഷിക്കണം, എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി. ദൈവത്തിനൊരു വ്യക്തമായ പദ്ധതിയുണ്ട്. പെട്ടെന്ന് നമുക്കതിപ്പോൾ മനസ്സിലാകണമെന്നില്ല. പക്ഷെ നമ്മൾ വളരെ ബോധപൂർവം ഈ യേശുവിനെ ആശ്രയിച്ച്, യേശുവിൽ ശരണം വെച്ച്, യേശുവിൻ്റെ പദ്ധതി എന്താണെന്ന് അന്വേഷിച്ച് എപ്പോഴും കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നിരന്തരമായൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കുക. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം, യേശുവിനോട് ഇങ്ങനെ എപ്പോഴും ചേർന്ന് ഒട്ടി ജീവിക്കുക എന്ന് പറയും. അപ്പോഴാണ് ദൈവപ്രീതിയിൽ ജീവിക്കുക. ദൈവത്തിൻ്റെ ഹിതം അത് മാത്രം, വേറെ ഒന്നും നമുക്ക് വേണ്ട. എനിക്ക് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. പക്ഷെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയും എൻ്റെ പദ്ധതിയും ഇങ്ങനെ പാരലായിട്ട് പോയിട്ട് കാര്യമില്ല. അത് ദൈവ പദ്ധതി എന്തോ അത് എൻ്റെ പദ്ധതിയും ചേർന്ന് അത് ഒരു ബിന്ദുവിൽ അത് കേന്ദ്രീകരിക്കണം, ഒന്നായി മാറണം. ഒറ്റ ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെടുക്കണമെന്നില്ല. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഈശോ ഉള്ളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രചോദനങ്ങൾ തരാൻ തുടങ്ങും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചിന്തിക്കണം, ഇതൊക്കെ നമുക്ക് പതുക്കെ 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 കർത്താവ് ഉള്ളിൽ പ്രചോദനം നൽകാനായിട്ട് തുടങ്ങും. അങ്ങനെ അത് പ്രാർത്ഥനയിലൂടെയാണ് അത് വളർത്തിയെടുക്കാൻ പറ്റുക. ദൈവപ്രീതിയിലുള്ളൊരു വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. നാലാമത്തേതാണ് മനുഷ്യപ്രീതി. മനുഷ്യപ്രീതി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടലിനെ കുറിച്ചല്ല ഇവിടെ പറയണേ. അവരെ ഒന്ന് സോപ്പിടാൻ വേണ്ടി, അവരുടെ ഒരു അഭിനന്ദനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനുഷ്യരെ മുൻപിൽ കാട്ടിക്കൂട്ടുന്ന, അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയണത്. പിന്നെന്താണ്, നമ്മൾ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുമ്പോൾ യേശുവിൻ്റെ സ്വഭാവമൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും. അങ്ങനെ യേശുവിൻ്റെ സ്വഭാവം എന്നിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ യേശുവിൻ്റെ സ്വഭാവമാണ് മറ്റുള്ളവരോട് കാണിക്കുക. ഉദാഹരണം പറഞ്ഞാൽ സ്നേഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ശാന്ത സ്വഭാവം ഉണ്ടായിരിക്കുക, എല്ലാവരോടും ആദരവോടെ പെരുമാറുക, ഇതൊക്കെ യേശുവിൻ്റെ സ്വഭാവമല്ലേ. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ മനുഷ്യർ ഉറപ്പായിട്ട് സ്നേഹിക്കും, സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതാണ് ഈ മനുഷ്യപ്രീതിയിൽ വളരുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്.